സ്റ്റാർട്ടപ്സിന്റെ ഫെയിലിയേഴ്സിന്റെ റീസൺ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. കോമേഴ്സ് ബിസിനസ്സിന് D2Cക്ക് പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിം എപ്പോഴും നിർബന്ധമാണ് നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേരിനോട് ആദ്യമേ ഒരു മമത ഉണ്ടെങ്കിൽ ആ പേര് എടുത്ത് വെക്കണം. അപ്പോൾ ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ കമ്പനിയോ LLP ഇനിയുള്ള കാലത്ത് ഫോം ചെയ്യലും ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NOC എവിടെ നിന്നാണ് ഈ NOC വേണ്ടത്? തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ലീഗൽ നെയിം. കറക്റ്റ്. നമുക്ക് ലീഗൽ നെയിമും ബ്രാൻഡ് നെയിമും ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പല മെഡിക്കൽ കമ്പനീസിനും 10ഉം 50ഉം ട്രേഡ് മാർക്സ് ആണ് അവരുടെ പ്രൊഡക്ട്സിനൊക്കെ സിപ്പിലേക്ക് ഉള്ളത്. ഈ ഇടയ്ക്ക് എന്തോ ഒരു ഫൗണ്ടറുടെ സ്റ്റോറി വായിച്ചു, എന്തോ ഒരു സ്റ്റാർട്ടപ്പ് വിറ്റു 7,000 കോടി കിട്ടി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടും. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് GHC ഗ്രോത്ത് ലാബിൻ്റെ ഫൗണ്ടറാണ്. GHC ഗ്രോത്ത് ലാബ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0 till exit ഓഫ് യുവർ സ്റ്റാർട്ടപ്പ് അതുവരെയുള്ള കംപ്ലീറ്റ് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തരും. മനു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നിങ്ങളെല്ലാവരും കുറേ കാലമായി ചോദിക്കുന്നത് നമുക്കൊരു വെബ്സൈറ്റ് ഞങ്ങൾ കുറേ പറഞ്ഞു ചെയ്ത് എങ്ങനെയാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ ആരും ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചലഞ്ച് ബേസ്ഡ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും 15 മിനിറ്റ്, 10ാമത്തെ ദിവസം നിങ്ങളെ വെബ്സൈറ്റ് റെഡി ആയിരിക്കും. സോ ചലഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു സൈൻ അപ്പ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ ചലഞ്ച്. മനുവിനെ കുറിച്ച് മനു തന്നെ പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ ഡേയ്സ്. ഓക്കെ, ഞാനൊരു നാട് ചാലക്കുടിയാണ്, തൃശ്ശൂരാണ് വരുന്നത്. അവിടെ നിന്ന് സാധാരണ ഒരു സ്റ്റുഡൻ്റായിട്ട് എൻ്റെ മദർ ടീച്ചറായിരുന്നു. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ കോമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീമിലേക്കാണ് നമ്മൾ ചേഞ്ച് ഓവർ ചെയ്യുന്നത്. ബിടെക്കിൻ്റെ കാലമാണ്. അന്ന് ഞാൻ മാത്രമാണ് കോമേഴ്സിലേക്ക് ഇറങ്ങുന്നത്. CS എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് വരുന്നു. ഗ്രാജുവലി ചെന്നൈയിലേക്കാണ് പിന്നെ നമ്മൾ കൂടുമാറ്റം. ഗ്രാജുവലി CS അവിടെ നിന്ന് ചെയ്യുന്നു. പിന്നീട് തൃശ്ശൂരും എറണാകുളത്തുമായി തുടങ്ങി പിന്നെ ഡൽഹിയിലേക്ക് മൂവ് ചെയ്തു. ബാംഗ്ലൂർ 10 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ബാക്ക് ടു കൊച്ചിൻ ഈ സ്റ്റാർട്ടപ്പ് GHC ഗ്രോത്ത് ലാബ്. അപ്പോൾ ചാലക്കുടി ഞാൻ മറക്കൂല. കാരണം ഞാൻ അങ്കമാലിയാണ് പഠിച്ചത്. ഓക്കെ, ചാലക്കുടി സിനിമക്ക് വരല് ചാലക്കുടിയാ, സുരഭി സിനിമാസ്. പിന്നെ അപ്പുറത്തെ ഒരു ഷെഡ് പോലത്തെ ഒരു അക്കരന്റെ ഗേറ്റ് ഒക്കെ ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ഏതിനറിയോ? ഭരചന്ദ്രൻ IPS കാണാൻ പോയപ്പോ ഫസ്റ്റ് ഷോ നമ്മള് അങ്കമാലി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചി പോണതിന് പകരം നേരെ ചാലക്കുടിയിലേക്ക് 10 കിലോമീറ്റർ അല്ലേ, 10-15 കിലോമീറ്റർ. നേരെ ചാലക്കുടി പോവും. അടുത്ത ഫസ്റ്റ് ഷോക്ക് കയറും, ടിക്കറ്റ് ഒക്കെ വാങ്ങിക്കും. അതിന്റെ ഇടയിൽ കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം നമ്മൾ D2C സ്റ്റാർട്ടപ്സ്. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഒരു പ്രൊഡക്റ്റ് സെലക്ഷൻ ആണല്ലോ. അതെ, ഇനീഷ്യലി തന്നെ ഒരു കമ്പനി ആവശ്യമുണ്ടോ? പ്രൊഡക്റ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഹൗ ഡു യു ഐഡന്റിഫൈ യുവർ കസ്റ്റമേഴ്സ്? ആ ഏരിയയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളൊരു എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നേരെ കയറി ചാടി തുടങ്ങുകയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ചെറിയ എക്സ്പീരിയൻസിൽ പറയുന്നത് കമ്പനിക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണോ, ഒരു മിനിമം ട്രാക്ഷൻ കിട്ടുന്നുണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ടു മാർക്കറ്റ് ആണോ നോക്കിയിട്ട് മതി കമ്പനി ഫോം ചെയ്യാനായിട്ട്. ഇപ്പോൾ പല ആളുകൾക്ക് ഫൗണ്ടർ ഉണ്ടാവില്ല, കോ ഫൗണ്ടർ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് സിംഗിൾ കോ ഫൗണ്ടറെ വെച്ചിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു GST രജിസ്ട്രേഷൻ ഉണ്ട്. E-കോമേഴ്സ് നിർബന്ധമായും GST നിർബന്ധമാണ്. അപ്പോൾ ഒരു E-കോമേഴ്സ് വെബ്സൈറ്റും ഒരു GST ഉണ്ടെങ്കിൽ, ഇനി എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയും. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ടെക്നിക്കലി ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും. ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ട്രാക്ഷനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റെസ്പോൺസ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എൻറ്റിറ്റിയിലേക്ക് മാറാം. അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇനീഷ്യലി സജസ്റ്റ് ചെയ്തൊരു മോഡൽ. ഓക്കെ, ഈ GST രജിസ്ട്രേഷൻ നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, അപ്പം എങ്ങനെ ചെയ്യാണ്? ഇപ്പൊ GST രജിസ്ട്രേഷൻ ഞാൻ കേട്ടത് ഇത്ര എമൗണ്ടിന്റെ മുകളിൽ മാത്രം രജിസ്ട്രേഷൻ മതി എന്നാണ്. അതെ, അപ്പൊ ഇതിപ്പം ബേസിക്കലി നമുക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് തൽക്കാലം ഈവൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഇല്ലാതെ പോലും നടത്താൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ബിസിനസ്സിലേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ സേവിങ്സ് ബാങ്കിൽ വന്നാൽ നമുക്ക് നോട്ടീസിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇൻകം ടാക്സിന്റെ. അപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്യുക. കറണ്ട് അക്കൗണ്ട് പേഴ്സണൽ പേരിൽ, ബിസിനസ് പേരില്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് മാത്രം ചെയ്യാം. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ GSTയുടെ ബേസിക് ക്രൈറ്റീരിയ സർവീസ് ബിസിനസ് ആണെങ്കിൽ 20 lakhsന് മുകളിലും, പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 40 lakhsന് മുകളിലും ഉള്ളവർ മാത്രമാണ് GST എടുക്കേണ്ടത്. നമുക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും GST രജിസ്ട്രേഷൻ വേണം. സബ്ജക്ട് ടു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് GST വേണമെന്നില്ല. പക്ഷെ പല ആളുകളും ഓൺലൈനിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ GST നിർബന്ധമായിട്ട് വരും.
കാരണം നമ്മൾ ചിലപ്പോൾ ആമസോണിലായിരിക്കും ആദ്യം ലിസ്റ്റ് ചെയ്യുക, ഫ്ലിപ്കാർട്ടിലായിരിക്കും ചെയ്യുക. ഇത് റേസർ പേ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് GST നിർബന്ധമാണ്. നിർബന്ധമാണ്. അപ്പോൾ ഈ ഒറ്റ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ചോദിക്കട്ടെ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലാണ് സെല്ല് ചെയ്യുന്നത്. എനിക്ക് ഈ GST രജിസ്ട്രേഷനും ഇതൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ചുമ്മാ എൻ്റെ ഒരു കറണ്ട് അക്കൗണ്ട് എൻ്റെ പേരിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ഇനീഷ്യൽ നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന വരെ ഈ ഒരു ചൊറകളിലേക്ക് ഒന്നും പോവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എപ്പോഴാണ് നമ്മൾ ഒരു അടുത്തൊരു ലെവലിലേക്ക് പോകേണ്ടത്? അതായത് ഇപ്പം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലും ഇല്ല, അല്ലേ, ഡയറക്റ്റ്ലി നമ്മൾ കറണ്ട് അക്കൗണ്ട് എടുത്തു നമ്മൾ ചെയ്യുന്നത്. അടുത്തൊരു ലെവലിലേക്ക് പിന്നെ എപ്പോഴാണ് പോകുന്നത്? നമ്മളൊരു നമ്പേഴ്സിൽ പറയുകയാണെങ്കിൽ 10 to 15 lakhs ഒക്കെ ട്രാക്ഷൻ ആയി. എന്തായാലും നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി എന്ന് വേണമെങ്കിൽ പറയാം. 1-2 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും മാർക്കറ്റ് ഫിറ്റ് ആയി. നമുക്ക് എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പോ ചെയ്യണമെങ്കിൽ 19,000 രൂപ ചിലവുണ്ട് ഒരു വർഷം. അപ്പോൾ അതിലേക്ക് സീരിയസ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് മിനിമം ടേൺ ഓവർ നമുക്ക് വേണം. ഈ ഒരു ലെവലിലേക്ക് 10 lakhs എങ്കിലും ഇയർലി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം വി ആർ റെഡി ടു സ്റ്റാർട്ട് പ്രൊഫഷണലി. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ലീഗലി ഉള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്, LLP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക നിങ്ങളുടെ നെക്സ്റ്റ് 5 ഇയറിലെ വിഷൻ നോക്കിയിട്ട് വേണം ഏത് മോഡൽ വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത്. ആദ്യമേ കയറി കമ്പനിയിലേക്ക് പോകരുത്, സബ്ജക്ട് ടു നിങ്ങളുടെ വിഷൻ ചെറുതാണെന്നുണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ വഴി പറയുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സീക്ക് ചെയ്യുന്നില്ല, എന്റെ ഫ്രണ്ട്സ് ഫാമിലി എന്റെ ഫ്രണ്ട്സിൽ നിന്ന് മാത്രം ഒതുങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ ഒരു കമ്പനി പോലും വേണ്ട, പാർട്ണർഷിപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ല, പാർട്ണർഷിപ്പ്, രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് എന്ന് പറയും. 2 പേര് കൂടിയിട്ട് നമ്മൾ 5,000 rupees സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് അതിന്റെ പുറത്ത് പാൻ കാർഡ് എടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിമ്പിൾ മോഡൽ. മനസ്സിലായി. ഏറ്റവും ഈസി ഡീഡ് വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യാന്ന് പറയും. കാരണം നാളെ ഡിസ്പ്യൂട്ടോ ഡിസൊല്യൂഷൻ പോയിന്റ് വന്നാൽ എൻഫോഴ്സബിലിറ്റി വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആ പേപ്പർ കയറി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. എൻഫോഴ്സബിലിറ്റി പറയുമ്പോൾ എന്താണ്? ഡിസ്പ്യൂട്ട് വരിക, പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് ഇപ്പോൾ വെൻഡേഴ്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും രജിസ്റ്റേർഡ് ആയിരിക്കണം. നമ്മൾ ഈ ഗ്രൂപ്പ്സ് എന്നാണ് പറയാം, ട്രിവാൻഡ്രത്താണ് അത് രജിസ്റ്റർ ചെയ്യുക. e-groups.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടും. മനസ്സിലായി. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേം രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടും. അതുപോലെ ഫേമിന്റെ പേരിലുള്ള പാൻ കാർഡും കിട്ടും. അതിന്റെ പുറത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു. ഇതിനോട് കൂടെ ചേർന്നൊരു വാക്ക് ഞാൻ വിട്ടുപോയതാണ് ട്രേഡ് മാർക്ക്. കാരണം ഇപ്പൊ ആമസോണിൽ പലപ്പോഴും ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷന്റെ കോപ്പി നിർബന്ധമായി കൊടുക്കണം. OTP ഇപ്പോൾ അതിലേക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഇ-കോമേഴ്സ് ബിസിനസ്സിന് D2Cക്ക് പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിം എപ്പോഴും നിർബന്ധമാണ് നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേരിനോട് ആദ്യമേ ഒരു മമത ഉണ്ടെങ്കിൽ ആ പേര് എടുത്തു വെക്കണം. നോർമലി ട്രേഡ് മാർക്കിൽ 6 months to 9 months ടൈം എടുക്കും രജിസ്റ്റർ ആയി വരാനായിട്ട്. ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്ത് കോസ്റ്റ് ആണ് ഇൻവോൾവ്? നോർമലി അത് ഒരു പ്രൊഫഷണൽ ടു പ്രൊഫഷണൽ വേരിയഡ് ആണ്. ഗവൺമെന്റ് ഫീസ് വരുന്നത് 4,500 ആണ്. ഒരു പ്രൊഫഷണൽ ഫീസ് 1,000 മുതൽ 10,000 വരെ അത് വേരിയഡ് ആണ്. മനസ്സിലായി. അപ്പോൾ ട്രേഡ് മാർക്ക് കൊടുക്കണോ, വെബ്സൈറ്റ് കൊടുക്കണോ? അതെ, അല്ലെങ്കിൽ പണി കിട്ടും, ബുദ്ധിമുട്ടാണ്. പിന്നെ ഡൊമൈനും എടുത്ത് വെച്ചില്ലെങ്കിൽ ഡൊമൈൻ എടുത്ത് വെക്കും, ട്രേഡ് മാർക്ക് എടുത്ത് വെക്കില്ല, ലാസ്റ്റ് ആ പേര് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ പാർട്ട്ണർഷിപ്പ് ഒഴികെ കമ്പനിയിലും LLPയിലും ട്രേഡ് മാർക്കിന് NOC വേണം. അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് വേറെ ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്തു, ഡീഡിൽ മെൻഷൻ ചെയ്യുന്നു. കമ്പനിയോ LLPയോ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ട്രേഡ് മാർക്കിലും ആ പേര് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പേര് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ കമ്പനിയോ LLPയോ ഇനിയുള്ള കാലത്ത് ഫോം ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NOC എവിടെ നിന്നാണ് ഈ NOC വേണ്ടത്? ട്രേഡ് മാർക്ക് മിനിസ്ട്രി ഉണ്ട്. പാർട്ണർഷിപ്പിന് നോർമലി ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം, നമുക്ക് വേറെ ഒന്നും. കമ്പനിക്ക് LLPക്ക് ആണ് NOC ഫ്രം ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉണ്ട്, അവിടെ നിന്നാണ് നമുക്ക് NOC വേണ്ടത്. മനസ്സിലായി. ഓക്കെ, അപ്പോൾ അവിടുന്ന് NOC എടുത്തു, ട്രേഡ് മാർക്ക് എടുത്തു, വെബ്സൈറ്റ് വാങ്ങിച്ചു, പാർട്ണർഷിപ്പ് കമ്പനി ഫോം ചെയ്തു. ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. പാർട്ണർഷിപ്പിനല്ല NOC വേണ്ടത്, LLPക്ക് കമ്പനിക്ക് അവിടെ വേണ്ടത്. പാർട്ണർഷിപ്പിൽ നമുക്ക് ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റുമോ? ട്രേഡ് മാർക്ക് നമ്മൾ സെപ്പറേറ്റ് ആണ്, മനസ്സിലായോ? പാർട്ണർഷിപ്പായിട്ട് യാതൊരു ബന്ധം വരുന്നില്ല. LLPയിലും കമ്പനിയിലും ആണ്, ലിങ്ക്ഡ് ആണ് ഓട്ടോമാറ്റിക്കലി ട്രേഡ് മാർക്ക്. കമ്പനി നെയിം അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് വേറെ ചോദ്യമുണ്ട്. ട്രേഡ് മാർക്ക് ഇപ്പോൾ ഫെമിസേഫ് നിങ്ങളെ ഇതാണ്, ഫെമിസേഫിന്റെ കമ്പനി പേരും ഫെമിസേഫ് എന്നാണോ? ഡിഫറെന്റ് ആണ്. അതുപോലെ ബൈജൂസ് പറയാം. ബൈജൂസിൽ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ലീഗൽ നെയിം. നമുക്ക് ലീഗൽ നെയിമും ബ്രാൻഡ് നെയിമും ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യാം.
ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് സെയിം പേര് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലീഗൽ നെയിം ഒരു പേരാക്കി മാറ്റുകയും ബ്രാൻഡ് നെയിം വേറെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ബ്രാൻഡ് നെയിം പറഞ്ഞാൽ ട്രേഡ് മാർക്ക് ചെയ്യാം അല്ലെ. ഇപ്പൊ പല മെഡിക്കൽ കമ്പനീസിനും 10ഉം 50ഉം ട്രേഡ് മാർക്സ് ആണ് അവരുടെ പ്രൊഡക്ട്സിനൊക്കെ സിപ്പിലേക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ബ്രാൻഡ് നെയിം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാം. അത് കിട്ടുന്നില്ലെങ്കിൽ ലീഗൽ നെയിം വേറെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്രാൻഡ് നെയിം നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സിലായി. പക്ഷെ ലീഗൽ നെയിം ഇതിന്റെ അകത്ത് വലിയ വാലിഡ്, കാരണം ഇൻവോയ്സ് മീൻസ് അതിനകത്ത് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ ആ പേര് ചൂസ് ചെയ്യുന്നതില്? ലീഗൽ നെയിം ബ്രാൻഡ് നെയിം നമുക്കറിയാം, നമുക്ക് കുറച്ച് അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അതാണ് എല്ലാവരും അറിയാം. പക്ഷെ നമ്മളെ കമ്പനീന്റെ പേര് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ കൺസേൺഡ് ആവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആക്ടിവിറ്റി മെൻഷൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ടെക്നോളജി ആണോ, പ്രൊഡക്റ്റ് ആണോ, സർവീസ് ആണോ എന്നുള്ളത് നമ്മുടെ സഫിക്സിനോട് കൂടി തന്നെ ആക്ടിവിറ്റി മെൻഷൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പേര് ലീഗൽ നെയിമിൽ കൊണ്ടുവരാം. പാൻ കാർഡിൽ യൂസ് ചെയ്യുന്നത് ആ പേരായിരിക്കും, എല്ലാ സർട്ടിഫിക്കറ്റിലും യൂസ് ചെയ്യുന്നത് ആ പേരായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി നമുക്ക് ബ്രാൻഡ് നെയിം എങ്ങനെ ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാം? അത് ട്രേഡ് മാർക്ക് രജിസ്ട്രിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ GST സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് ലീഗൽ നെയിം, ബ്രാൻഡ് നെയിം, ട്രേഡ് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കമന്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേര് അവിടെ കയറും. മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള എഗ്രിമെന്റുകൾ, ഫ്യൂച്ചറായിട്ട് കമ്പനിയിൽ വരുന്ന എല്ലാ കോൺട്രാക്ട്സും നമുക്ക് ഈ പറയുന്ന ലീഗൽ നെയിമും ട്രേഡ് നെയിമും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീപ്പായിരിക്കും. നമുക്കിപ്പം ലെറ്റർ ഹെഡ് ഫോർ എക്സാമ്പിൾ, അതെ, ലെറ്റർ ഹെഡിൽ നമ്മളെ 2 പേരും കൊടുക്കണോ? അതെ, മെയിൻലി ബ്രാൻഡ് നെയിമാണ് കൊടുക്കുക. അഡ്രസ് എന്ന് പറയുമ്പോൾ XYZ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അഡ്രസ് എന്ന് കൊടുക്കും. കറക്റ്റ്. ഇതേപോലെയാണ് എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഞാൻ സെലി ആപ്പ് മേക്കർ പറഞ്ഞ കമ്പനിയെ വിളിച്ചിരുന്നു. അപ്പൊ അവന്റെ കോഫി ഇന്നോവേഷൻസ് പ്രൈവറ്റ്ലി. എന്താ ഈ കോഫി ഇന്നോവേഷൻ? അത് ആ സമയത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യണം, കിട്ടിയ പേര് അതാണ്, അതെടുത്തു. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. കമ്പനി പേര് വലിയ കൺസേൺ അല്ല. ശരിക്കും ബ്രാൻഡ് ഐഡന്റിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത്. ഇനി നമ്മൾ വാല്യുവേഷൻ തന്നെ ചിന്തിക്കുകയാണെങ്കിലും നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ആൾക്കാർ എന്തോരം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, എന്തോരം ബിസിനസ് വരുന്നുണ്ട്, ഇതാണ് ശരിക്കും ലീഗൽ നെയിമിന് വലിയ പ്രസക്തിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇല്ല. മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് പാർട്ട്ണർഷിപ്പ്. അതെ, പാർട്ട്ണർഷിപ്പിൽ നമ്മൾ 2 പേരാണ്. എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മളൊരു ഇൻവെസ്റ്റർ ഓൺബോർഡ് ചെയ്യാണ്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അതായത് പ്രൊഫഷണൽ ഫണ്ടിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്, MSME ഫണ്ടിങ്ങിന് പാർട്ണർഷിപ്പ് ഒരു കറക്റ്റ് ഫിറ്റ് മോഡൽ അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം. അവിടെയും ചെയ്യേണ്ട ഒരു പ്രോബ്ലം, ചെയ്തൊരു മിസ്റ്റേക്ക് ആളുകൾ ഷെയർ കൊടുക്കാതെ, പാർട്ട്ണർഷിപ്പ് കൊടുക്കാതെ ഫണ്ട് വാങ്ങിക്കും. ഇന്ത്യയിലെ കേരളത്തിലെ നിയമപ്രകാരം ഒരു പാർട്ട്ണറുടെ അടുത്തുനിന്നോ ഷെയർ ഹോൾഡറുടെ അടുത്തുനിന്നോ മാത്രം ലീഗലി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫണ്ട് തരാൻ ലൈസൻസ് ഉള്ള ബാങ്കുകളോ NBFCയുടെ അടുത്തുനിന്ന് മാത്രമേ ഫണ്ട് വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ലീഗലി പാർട്ണർ ആക്കണം ആദ്യം, അതിനുശേഷമാണ് ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യേണ്ടത്. അതായത് വീണ്ടും ഒരു പാർട്ണർഷിപ്പ് ഡീൽ ഉണ്ടാക്കണം. ഡീഡ് അമെൻഡ് ചെയ്യാന്ന് പറയും. നമുക്ക് പുതിയൊരു അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഓക്കെ, മനസ്സിലാവും. അപ്പൊ ഇവർ ആഡ് ചെയ്യുന്നു, ഷെയർ കൊടുക്കുന്നു, ഫണ്ട് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് തന്നെ കുറച്ചൊരു ഗ്രേ ഏരിയ ആണ്. അതെ അല്ലേ? അതെ, കാരണം ഫാമിലി ആകുമ്പോൾ കുറച്ചുകൂടി ഹോൾഡ് ഉണ്ട്, ഫ്രണ്ട്സ് ആകുമ്പോൾ അത്ര ഇല്ല. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ, നമ്മൾ ബാങ്കിന് നമുക്ക് ലോൺ കിട്ടുമോ ഈ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ? കിട്ടും. പാർട്ട്ണർഷിപ്പ് ആണ്, അത് ഏതായാലും കിട്ടും. പ്രൊപ്പറേറ്റർ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഏതിലും കിട്ടും. സബ്ജക്റ്റ് നമ്മുടെ ടേൺ ഓവറും നമ്മുടെ പ്രൊമോട്ടർ ക്രെഡിബിലിറ്റി, ഫിനാൻഷ്യൽ റീപേയ്മെന്റ് നോക്കിയിട്ടാണ് ആ പറയുന്ന ലോൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആവുന്നത്. മനസ്സിലായി. ഓക്കെ, ഇനി അത് നമ്മളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ, ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ നമ്മളെ നെറ്റ്വർക്കിൽ വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ട്ണർഷിപ്പ് സാധനത്തിൽ അത് ചെയ്യാൻ പറ്റില്ല? ഓക്കെ, കാരണം ഈ ഏഞ്ചൽ VC അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വരുന്ന സ്റ്റാർട്ടപ്സിലാണ്. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള സ്കെയിലബിൾ മോഡലാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പിൽ യൂസ് ചെയ്യുന്ന പല ഇൻസ്ട്രുമെന്റ്സും പാർട്ണർഷിപ്പിലോ LLPയിലോ യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടബിൾ നോട്ട്, ഇതെല്ലാം കംപ്ലീറ്റ്ലി വരുന്നത് കമ്പനിയിൽ മാത്രമാണ്. കാരണം ഒരു കമ്പനിക്ക് മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പല കാര്യങ്ങളും ഫണ്ട് റേസ് ചെയ്യാനുള്ള ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാർട്ണർഷിപ്പിന്റെ സ്കെയിലബിൾ ട്രസ്റ്റ് വർത്തിനെസ് വേണമെങ്കിൽ അതും കൂടി പറയാം. പാർട്ണർഷിപ്പ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പോവാം. ഒരു കമ്പനി കൂട്ടണമെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ പ്രകാരം 2 വർഷത്തെ നീൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തതിന് ശേഷമേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചില ഫണ്ടിങ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനും ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള മോഡൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ഫണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് LLP. ഇപ്പൊ നമ്മളിപ്പോ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പബ്ലിക് ആയിട്ട് ലാർജ് 200 പേരിൽ നിന്ന് 300 പേരിൽ നിന്ന് ഫണ്ട് ഒക്കെ എടുത്ത് ടൗൺഷിപ്പ് ചെയ്യാണ്. വേറെ പ്രൊഫഷണൽ ഫണ്ടിങ് ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലുള്ള ഒരു NRIs കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു 300 പേര് കൂടി ചെയ്യാൻ LLP എന്ന് പറയുന്ന മോഡൽ ചെയ്യാം. കാരണം കമ്പനിയിൽ 200 മെമ്പേഴ്സ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ ഉണ്ട്.
200 പേരിൽ കൂടുതൽ മെമ്പേഴ്സ് ആക്കി നമുക്ക് ആക്കാൻ പറ്റില്ല കമ്പനി. LLP അല്ലെങ്കിൽ ലിമിറ്റഡ്, അതെ LLP. സോ LLP അല്ലെ കമ്പനിയിൽ, LLP നമുക്ക് എത്ര പേരെ വേണമെങ്കിലും മെമ്പേഴ്സ് ആക്കിയ കമ്പനിയിൽ പാർട്ണർഷിപ്പ് ഡീലാണ്. അല്ലല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP എത്ര പേരെ വേണമെങ്കിലും നമുക്ക് മെമ്പേഴ്സ് ആക്കാൻ പറ്റും. മെമ്പേഴ്സ് അതാണ് ഇവിടെ മലബാർ റീജിയനിലും അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് LLP. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ കൺവേർട്ടിബിൾ? വൈ ഡു ഐ നീഡ് ദിസ് ആസ് എ D2C സ്റ്റാർട്ടപ്പ് ഓണർ? എനിക്ക് എന്തിനാണ് കൺവേർട്ടിബിൾ നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം? എന്താണ് കൺവേർട്ടിബിൾ നോട്ട്സ്? ഫസ്റ്റ്, കാരണം D2C ബിസിനസ്, ഇ കോമേഴ്സ് ബിസിനസിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കസ്റ്റമർ അക്വിസിഷൻ ആണ്, അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡിംഗ് ആണ്. കറക്റ്റ്. ക്യാഷ് ബേൺ ചെയ്താലേ ഈ പൈസ വരുള്ളൂ. അല്ലെ, നമ്മളിപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ 10 lakhs സ്പെൻഡ് ചെയ്താൽ എനിക്ക് വേണമെങ്കിൽ ഒരു 20 lakhsന്റെയോ 30 lakhs ലീഡ് കിട്ടും, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ പറയാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബേണിംഗ് ഒരു D2C ബ്രാൻഡിന് ആവശ്യമാണ്. കറക്റ്റ്. ആ സമയത്ത് നമ്മുടെ ഡൈലൂഷനെ എങ്ങനെ കുറയ്ക്കാം എന്ന് പറയുന്ന ലെവലിലാണ് ഈ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. ഡൈലൂഷൻ എന്ന് പറയുമ്പോൾ ഷെയർ ഡൈലൂഷൻ. ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ തന്നെ ഇക്വിറ്റി ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് 10%, 20% ഷെയർ നമ്മുടെ അടുത്ത് നിന്ന് പോയി. ഇതാകുമ്പോൾ ഫ്യൂച്ചർ ഇക്വിറ്റിയാണ്. ഇന്ന് നമ്മൾ ഷെയർ കൊടുക്കില്ല, ഭാവിയിലെ ഒരു ഫണ്ടിങ് റൗണ്ടിന്റെ ബേസിൽ വാല്യുവേഷന്റെ പുറത്ത് ഷെയർ കൊടുക്കുന്നു. അതായത് ഫ്യൂച്ചർ കൺവേർഷനാണ് കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സിലെല്ലാം നമ്മൾ ചെയ്യുന്നത്. കാരണം ഫൗണ്ടേഴ്സിന് അത്രയും സ്ട്രോങ് കൺട്രോൾ ത്രൂ ഔട്ട് ദ പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. സബ്ജക്റ്റ് ടു മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഫണ്ടിങ് ആവശ്യമാണ്. കാരണം ഒരു സ്റ്റാർട്ടപ്പ് നോർമലി ഇപ്പം നമ്മൾ തന്നെ പല സ്റ്റാർട്ടപ്സും വർഷത്തിൽ 2 പ്രാവശ്യം വരെ ഫണ്ട് റൈസ് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡൈലൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകും. അതെ, കമ്പനി നിയമപ്രകാരം അങ്ങനെ പറയുകയാണെങ്കിൽ 76% ഫൗണ്ടേഴ്സിൽ ഉണ്ടായാലും മാത്രമാണ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്ററുടെ അടുത്തും ഓരോ പ്രാവശ്യം ഒപ്പീനിയൻ ചോദിച്ചാൽ ഇവന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. അപ്പോൾ നോർമൽ ബിസിനസ് നമ്മൾ എന്താ ചെയ്യുക? 50-50. നമ്മുടെ നാട്ടിലൊരു കച്ചവടം എന്ന് പറയുന്നത് എനിക്ക് 50, നിങ്ങൾക്ക് 50, അല്ലെങ്കിൽ 50 ഇടുന്നു. അല്ലെങ്കിൽ പറയും ഇൻവെസ്റ്റർക്കാണ് കൂടുതൽ, ഇൻവെസ്റ്റർക്ക് 80, എനിക്ക് 20. ഇവിടെ അങ്ങനെയല്ല, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലും ഐ വിൽ ലോൺ 80 to 90% ത്രൂ ഔട്ട് ദി നെക്സ്റ്റ് 3-4 റൗണ്ട്സ്. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പ്രൊമോട്ടർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഒരു സ്റ്റാർട്ടപ്പും MSME തമ്മിലുള്ള വ്യത്യാസം. എക്സിക്യൂഷൻ ആണ് കീ. അപ്പൊ ഫൗണ്ടേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപ് ടേബിൾ എന്ന് പറയും, സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ ഡൈലൂഷൻ കുറയണം. പിന്നെ ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ എപ്പോഴും ഈ പറയുന്ന വാല്യുവേഷൻ എക്സിറ്റിലാണ് ഇറങ്ങി പോവുക. ഞാൻ 10 ലക്ഷം ഇടുന്നു, നാളെ കമ്പനി അതിന്റെ 10 ഇരട്ടി വാല്യുവേഷൻ ആയാൽ എന്റെ 10 ലക്ഷം 1 കോടിയായി. ഞാൻ അവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഇല്ല, നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾക്ക് പെർഫോം ഷെയർ ഞാൻ വിൽക്കുന്നു. അപ്പൊ ശരിക്കും ഡിവിഡൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ടപ്സിലില്ല. വാല്യുവേഷൻ, അതിന് ടേൺ ഓവർ എങ്ങനെ കൂടുന്നു, പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ക്ലിയർ ആവുന്നു, ഈ ഒരു പോയിന്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. അപ്പം ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് അല്ല നോക്കേണ്ടത്. അതെ, അടുത്ത റൗണ്ടിൽ വേറൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ അവൻ എന്റെ ഷെയർ വാങ്ങിച്ച് അതിന്റെ അകത്തിന് എനിക്ക് എക്സിറ്റ് കിട്ടും. രണ്ടാമത്തെ കേസ്, ചില വാല്യൂബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സെപ്റ്റോ പോലത്തെ ക്വിക്ക് കോമേഴ്സിലേക്ക് വരുന്ന സ്റ്റാർട്ടപ്സുകൾ, അല്ലെങ്കിൽ റാപ്പിഡോ തന്നെ, റാപ്പിഡോ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോർട്ടർ എന്ന് പറയുന്ന ആപ്പാണെങ്കിൽ ഇപ്പൊ യൂണിക്കോൺ സ്റ്റാറ്റസിലേക്ക് എത്തി. അതെ, ആദ്യം 10 ലക്ഷം ഇട്ട ആൾക്ക് ഇന്നിപ്പോ അതൊരു 10 കോടി ആയിട്ടുണ്ടാവും വിത്തിൻ 8 years. അവിടെ ശരിക്കും വെൽത്ത് ക്രിയേഷൻ ആണ്. നമുക്കൊരു ആ പ്രൊഡക്റ്റിലും ഫൗണ്ടറിലും വിശ്വാസമുണ്ടെങ്കിൽ, ഒരു 5-6 വർഷം വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വെൽത്ത് ആയിട്ട് മാറും. നമുക്ക് ആ ഒരു പൈസ മതി. ഈ ഇടയ്ക്ക് എന്തോ ഒരു ഫൗണ്ടറുടെ സ്റ്റോറി വായിച്ചു, എന്തോ ഒരു സ്റ്റാർട്ടപ്പ് വിറ്റു 7,000 കോടി കിട്ടി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടും. കറക്റ്റ്, ശരിയാണ്. എനിക്ക് തോന്നുന്നത് അതായത് ഫൗണ്ടർ ആയിരുന്നു ലൂമിന്റെ ഫൗണ്ടർ. യെസ്, ഇത് ലക്ഷ്യത്തിൽ ഒരാളെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്താൻ വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണി എഫേർട്ടും അതിലുണ്ട്. അപ്പൊ ബേസിക്കലി നിങ്ങൾ പറയുന്നത് സ്റ്റാർട്ടപ്പ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രോഫിറ്റോ ഡിവിഡൻഡോ നോക്കിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. You should be ready to go in the journey for not less than 5 years. Yes. എന്നിട്ട് ആ 5 കൊല്ലം കഴിയുമ്പോഴത്തെ ആ സ്റ്റാർട്ടപ്പിന് നല്ലൊരു വാല്യുവേഷനോ അപ്പൊ നിങ്ങളെ ഷെയർ എടുത്ത് വിൽക്കുക. ഇനി അതും അല്ലെങ്കിൽ ചില വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ലിസ്റ്റിംഗിലേക്കും പോകും. അപ്പൊ ശരിക്കും ഒരു നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ സൂക്ഷിച്ചും ശരിക്കും മാർക്കറ്റ് പഠിച്ചിട്ടും വേണം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. കച്ചവടം, ഇതാണ് നമുക്കറിയാം. ഓക്കെ, കച്ചവടവും സ്റ്റാർട്ടപ്പും തമ്മിൽ എന്താ വ്യത്യാസം? നോർമൽ കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് മോഡൽ വരുമ്പോൾ നോർമലി ഞാൻ മനസ്സിലാവുക സിംഗിൾ കോ ഫൗണ്ടർ ആണ്. ഒരാൾ ഒറ്റയ്ക്ക് മാത്രം കളിക്കുന്ന പരിപാടി, ഒരു ചെറിയ ലൊക്കേഷനിൽ മാത്രം ചെയ്യുന്നു, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. കറക്റ്റ്. ഇവിടെ മൾട്ടിപ്പിൾ സ്കില്ലുള്ള ഒരു 3-4 പേര് കൂടി ചെയ്യുന്ന പരിപാടി, അസറ്റ് പോലും ഇല്ലാതെ ഈ ബ്രാൻഡ് വേൾഡ് വൈഡ് നമ്മൾ സ്കെയിലബിൾ ആക്കുന്നു. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ടാക്സി സ്റ്റാൻഡ് 10
ടാക്സി ഉണ്ട്, അവർക്കുള്ള ഓട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ മാത്രം. Correct. ഊബർ എന്നുണ്ടായ അവർ സിലിക്കൺ വാലിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ടെക്നോളജി പ്ലാറ്റ്ഫോമും ബ്രാൻഡും ഓൺലൈൻ സെയിൽ പ്ലാറ്റ്ഫോമും എല്ലാം കയറി വന്നു, ഗ്ലോബലി എത്തി. അപ്പൊ ഗ്ലോബലി ബിസിനസ് ചെയ്യാൻ പറ്റണം. അതെ, സ്കെയിലബിൾ ആയിരിക്കണം. ടെക്നോളജി എന്തായാലും ബാക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ചെറിയ ബിസിനസ് ആണെങ്കിൽ വെബ്സൈറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. കാരണം നമ്മുടെ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്, എവിടെയൊക്കെ നമുക്ക് പ്രസൻസ് ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന കാലമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടെക്നോളജി ഉണ്ടെങ്കിലാണ് സ്കെയിൽ ചെയ്യാൻ പറ്റുക. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, അവർ ഹൗസ് വൈഫാണ്. അവർ ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ അലോവേര ജെല്ല്, സോപ്പുകൾ, മനസ്സിലായി, വീട്ടിലിരുന്നു കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വെബ്സൈറ്റ് മാത്രം മിക്സി കോഡ് എന്തോ ഉണ്ടാക്കി. ഇപ്പോൾ 8-9 കൺട്രീസിലേക്ക് അവർ വീട്ടിലിരുന്നുകൊണ്ട് സംഗതി ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും ഇപ്പൊ ഒരു പവർ ഓഫ് D2C ആസ് വെൽ ആസ് ഇ-കോമേഴ്സ്. ഒരു പേഷ്യൻസ് വേണം. ആള് ബേൺ ചെയ്തില്ല, 4 വർഷം എടുത്തു, പക്ഷേ ഷീസ് ഏർണിംഗ് ഗുഡ്. കറക്റ്റ്. അപ്പൊ നിങ്ങളൊരു ജേർണി അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ GHC ഗ്രോത്ത് ലാബ്, അത് എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ സ്കെയിലബിൾ ബിസിനസ് മോഡൽ ആക്കാൻ ശ്രമിക്കുന്നത്? ഡെഫിനറ്റ്ലി. കൺസൾട്ടിങ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പൊ കോഴിക്കോട് ഒരാൾക്ക് ഒരു എക്സ്പേർട്ടിനെ കാണണമെങ്കിൽ ഈ സെഗ്മെന്റിൽ എക്സ്പേർട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ദൂരേക്കോ വരണം. അപ്പൊ അവൈലബിലിറ്റി കൺവീനിയൻസ് ക്രിയേറ്റ് ചെയ്യാം ഒരു ആശയമാണ് നമുക്ക് ആദ്യം ഉണ്ടായത്. അപ്പോൾ നീഷ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തു, ഒരു ഐഡിയ ടു ഫണ്ടിങ്. അതിലേക്കുള്ള ഏരിയ മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതിലേക്ക് ഒരു കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ചൂസ് ചെയ്ത് ഫ്രീമിയാണ്. ഫ്രീ ആയിട്ട് 1000 പേരിലേക്ക് ഈ സംഗതി ടെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ സെർട്ടൈൻ 2 years ആണ് നമ്മൾ പെയ്ഡ് ആയിട്ട് സർവീസ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. പക്ഷെ സർവീസിനും ഒരു ചലഞ്ച് ഉണ്ട്, ഒരു പേഴ്സണൽ സെൻട്രിക് ആണ്. അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് എന്ന ലെവലിലേക്ക് പിവറ്റ് ചെയ്യാതെ ഒരാൾക്ക് ഒരു സ്കെയിലബിൾ മോഡൽ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ആ സ്കെയിലബിൾ, നിങ്ങൾ കാണുന്ന ആ സ്കെയിലബിൾ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? നമ്മളിപ്പോ ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഈ സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസിംഗ് ഇൻവെസ്റ്റേഴ്സ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് ടൈം ഡിലേ വരുന്നു, പല ആളുകൾക്ക് കറക്റ്റ് ഫണ്ടിങ് കിട്ടുന്നില്ല, പിന്നെ ഒരു സ്കാം നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതിനൊരു എയുടെ പോസിബിലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. വളരെ നീഷായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കൃത്യമായ ആളുകളിലേക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഫൗണ്ടർ എന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി അതൊരു പാസീവ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ക്രോസ് സെല്ലിംഗ് എന്ന ലെവലിൽ കൺസൾട്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ കൺസൾട്ടിങ് ആവശ്യമായിട്ട് വരികയും ചെയ്യും. അവർ നാച്ചുറലി ഈ ഒരു പൂളിലേക്ക് വരികയും ചെയ്യും. മനസ്സിലായി. അത് ഏത് ഫൗണ്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അതൊരു B2B ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ കുറച്ച് പെർസെൻറ്റേജ് D2Cയിലേക്കും അത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തു, കമ്പനി ഫോം ചെയ്തു, ഇനി നമ്മൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റൗണ്ട് റേസ് ചെയ്തു. ഇനി നമ്മളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണ ലിമിറ്റഡ് സാധനം അപ്പുറത്ത് പോയി. ഇനി അടുത്ത ഈ ഫണ്ടിങ് ആക്ച്വലി എടുക്കണത് എന്താ? സോ ലെറ്റ് മീ കം ബാക്ക്. എന്തിനാണ് എനിക്ക് ഫണ്ടിങ്? ഡെഫിനറ്റ് ഗ്രോത്ത് ക്യാപിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ പറയാ സ്വന്തം ഫണ്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ബൂട്ട് സ്റ്റാപ്പിംഗ് ഇസ് ബ്യൂട്ടി. സെറോദനെ പറ്റി പറയുകയാണെങ്കിൽ സെറോദ നാച്ചുറലി ഗ്രോ ചെയ്ത ഒരു ബ്രാൻഡാണ്. ഒരു ഫണ്ടിങ് പോലും പുറത്ത് നിർത്തിയിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഫണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഏർലി ട്രാക്ഷൻ എത്തിയതിന് ശേഷം നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് കുറേയും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള നമുക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റി സീക്ക് ചെയ്യാം. ലോൺ എന്ന് പറയുന്ന ഡെറ്റ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയാസ് ഉണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ഗ്രാൻഡ്സ് ഒരുപാടുണ്ട്. പല D2C സ്റ്റാർട്ടപ്സിനും ഇ-കോമേഴ്സിനൊക്കെ നമുക്ക് ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ വെളിയിൽ നിന്നുള്ള ആക്സിലറേഷൻ പ്രോഗ്രാംസ് വരെ അവൈലബിൾ ആണ്. അപ്പൊ ഏത് വേണമെന്ന് ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം. അത് കൃത്യമായ ഫണ്ട് ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്ന് പറയാം. ഫണ്ട് എക്സിക്യൂഷൻ പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഫണ്ടിങ്ങിലേക്ക് പോവാം. അതെ, ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്റെ ബിസിനസ് ഇനിയും വളർത്താൻ. അതെ, പെട്ടെന്ന് വളർത്താൻ. അപ്പൊ പെട്ടെന്ന് വളർത്താൻ, അവിടെ ആ പെട്ടെന്ന് എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 10 കൊല്ലം കൊണ്ട് എനിക്ക് സ്വന്തം കാശ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞാൻ 2 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഫൗണ്ടർ എന്തിന് റെഡി ആയിരിക്കണം? കാരണം 10 കൊല്ലത്തെ ജേർണി 2 കൊല്ലം കൊണ്ട് കവർ ചെയ്യണം. അതെ. How does founder set them up for that? Yes, basically നല്ല ടീം, നല്ല സിസ്റ്റം, കറക്റ്റ് കസ്റ്റമർ അക്വിസിഷനും ഗോ ടു മാർക്കറ്റ് പ്ലാനും ഉണ്ടായിട്ട് വേണം ഫണ്ട് എടുക്കാൻ. ഫണ്ട് മാത്രമായിരിക്കണം അവിടെ മിസ്സിംഗ്. കറക്റ്റ്. നമുക്ക് സ്ട്രക്ചറിങ്ങും ടീമും ഈ പറയുന്ന കസ്റ്റമർ അക്വിസിഷൻ GTM ഈ 2 പോയിന്റിനും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഫണ്ട് വാങ്ങിക്കാം. GTM ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയും. നമ്മൾ ഏത് കസ്റ്റമർ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഏത് ജോഗ്രഫിയിലാണെന്ന് കൃത്യമായി ഫൗണ്ടർക്ക് ക്ലാരിറ്റി വേണം. അതായത് നമ്മൾ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ ദുബായിലാണോ? ഇനി ബിയോണ്ട് സ്നാക്സിന്റെ ഷാർക്ക് ടാങ്കിന്റെ പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിയോണ്ട് സ്നാക്സ് നമ്മുടെ മാനസിന്റെ വളരെ ക്ലിയർ ആയിട്ട് അതെ സിമ്പിൾ ആയിട്ട് ഈ ഇടയ്ക്ക് ഇപ്പൊ 70 CR ഫണ്ടിങ് എടുത്തു, 300 CR വാല്യുവേഷൻ ആയി. അപ്രോക്സിമേറ്റ്ലി ദേ ആർ ടച്ചിങ് 100 CR ടേൺ ഓവർ ബൈ നെക്സ്റ്റ് ഇയർ ഞാൻ മനസ്സിലാക്കുന്നത്.
അവർ പിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് നോർത്ത് ഇന്ത്യയിലാണ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജയ്പൂർ, രാജസ്ഥാൻ ആ ഏരിയയിലാണ്, അതും ഓൺലൈനിൽ. കൃത്യമായി എന്റെ കസ്റ്റമർ എവിടെയാണെന്നും ഏത് മാർക്കറ്റിലാണെന്നും അറിയേണ്ടത് ഒരു ഫൗണ്ടറുടെ ഡ്യൂട്ടിയാണ്. ഏത് ചാനലിലൂടെയാണ് എന്റെ കസ്റ്റമർ വാങ്ങിക്കുന്നത് അത് കംപ്ലീറ്റ് പുള്ളി എന്ന് പറയുന്നുണ്ട് എല്ലാം ഓൺലൈനിലാണ് വരുന്നത്. എനിക്ക് ഫണ്ട് വേണ്ടത് എന്റെ ഓൺലൈൻ, എന്റെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിനെ ഫറിഷ് ചെയ്യാനും കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള ഫണ്ട് മാത്രമേ പുള്ളി ചോദിച്ചുള്ളൂ. ബാക്കിയെല്ലാം പുള്ളി 70 lakhs ഇൻവെസ്റ്റ് ചെയ്തു, സിസ്റ്റം ഉണ്ടാക്കി. സ്കെയിൽ ചെയ്യാനുള്ള പൈസ ഇല്ല, അതും സ്പെസിഫിക്കലി ഫോർ ഓൺലൈൻ മാർക്കറ്റിംഗ്. ഗ്രോത്ത് ക്യാപിറ്റൽ, അതുകൊണ്ടാണ് അത് ഗ്രോത്ത് ക്യാപിറ്റൽ ആയത്. അല്ലാതെ എനിക്ക് ബിസിനസ് തുടങ്ങാൻ, അതായത് എനിക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഫണ്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും. കറക്റ്റ് ആണ്. You have to seek an external investment, but you want to grow at a faster pace or 10x pace. കറക്റ്റ്. ഇനിയിപ്പോ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഐഡിയക്ക് എന്റെ ഐഡിയ $1 million ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയ ഗ്രാൻസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഐഡിയ വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത്. കറക്റ്റ്. ശരിക്കും നമ്മളൊരു സംഗതി ചെയ്ത് പ്രൂവ് ചെയ്യാതെ എങ്ങനെയാണ് അടുത്ത് പൈസ ചോദിക്കുക? നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ? കറക്റ്റ്. കാരണം ശരിക്കും ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു സംഗതിയാണ് മനസ്സിന്റെ. കാരണം അവരത് ചെയ്ത് കാണിച്ച് അത് പ്രൂവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പ്രൊഡക്റ്റായി, കമ്പനി ഫോം ചെയ്തു, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റൗണ്ട് റേസ് ചെയ്തു. നെക്സ്റ്റ് തിങ്, എപ്പോഴാണ് എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ചെയ്യേണ്ടത്? ഓക്കെ, ശരിക്കും പ്രൊഫഷണലി യുഎസിലൊക്കെ സിലിക്കൺ വാലി സിസ്റ്റത്തിലൊക്കെ പറയുന്നത് ഐഡിയ സ്റ്റേജിൽ തന്നെ ഏഞ്ചൽസ് അവൈലബിൾ ആണ് 6 രാജ്യങ്ങളിൽ. കേരള എക്കോസിസ്റ്റം അതിലേക്ക് മെച്ചൂർഡ് ആവുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഡീപ് ടെക് ആണ് അല്ലെങ്കിൽ പ്യുവർ സാസ് ആണ്, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് ഐഡിയ സ്റ്റേജിൽ പോസിബിൾ ആണ്. സബ്ജക്ട് ഫൗണ്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ശരിയാണ്. ഇല്ലെങ്കിൽ മിനിമം നമ്മളൊരു 25 lakhs to 50 lakhs എങ്കിലും ടേൺ ഓവർ ആക്കി മിനിമം വയബിൾ ആണെന്നും ഒരു ഏർലി ട്രാക്ഷൻ കാണിച്ചാലാണ് D2C അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിന് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കേരളത്തിലെ അവസ്ഥയിൽ നമുക്ക് പറ്റുള്ളൂ. മിക്കവരും ബെഞ്ച് മാർക്ക് പറയുന്നത് ഒരു 50 lakhs to 1 crore ടേൺ ഓവർ എത്തുകയും ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിലും ക്യാഷ് പ്രോഫിറ്റ് ആയിട്ട് എബിഡ എന്ന് പറയുന്ന ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എന്നാണ് പറയാ, ഒരു ക്യാഷ് പ്രോഫിറ്റ് വരുന്ന ഒരു പോയിന്റിലാണെങ്കിൽ നമുക്ക് നോക്കാം. അതിന്റെ പുറത്താണ് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ അതിനെ D2Cയിലാണ് സ്പെസിഫിക്കലി പറയുന്നത് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, ഓക്കെ, LLP ആണെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, LLPയുടെ അടുത്ത് ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് റേസ് ചെയ്യാം, പബ്ലിക് ആയിട്ട് ലാർജിന്റെ അടുത്ത് നിന്ന് റേസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പേര് പറയുന്നില്ല, ഇപ്പൊ മലബാറിലും അല്ലെങ്കിൽ കേരളത്തിന്റെ പല സ്ഥലത്തുള്ള പല റിസോർട്ട് പ്രൊജക്റ്റിലും 300-400 മെമ്പേഴ്സാണ്, NRIs അടക്കം. ഈവൻ ഫോറിൻ സിറ്റിസൻസിനും നമ്മുടെ ഇതിൽ ഭാഗമാകാം. FDI എന്ന് പറയും. ലീഗലി LLPയിൽ നമുക്ക് വെളിയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏഞ്ചൽ VC തുടങ്ങിയ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യിക്കാനാണ് LLPയിൽ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ HNIs, ഇപ്പൊ കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് പലപ്പോഴും ഫണ്ട് ചെയ്യുന്നത്. അവർക്ക് LLPയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റെക്കമെൻഡബിൾ പബ്ലിക് ആയിട്ട് ലാർജിൽ നിന്ന് ഒരു വലിയൊരു പ്രൊജക്റ്റിലേക്ക്, ടൗൺഷിപ്പ് പ്രൊജക്ട്, അങ്ങനത്തെ കേസിലേക്കാണ് LLP നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ LLPയുടെയും പാർട്ണർഷിപ്പിന്റെ വ്യത്യാസം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെയും ഷെയർ എടുക്കാം. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഞാൻ പൈസ ഇട്ടാൽ മാത്രമാണ് എനിക്ക് ഷെയർ ഹോൾഡിംഗ് കിട്ടുള്ളൂ. മാനേജ്മെന്റ് ഫീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് LLPയിൽ ഉണ്ട്. അതായത് എന്റെ ഐഡിയ, യുവർ മണി, ഐ ക്യാൻ ടേക്ക് 90% ഷെയർസ് ഇൻ LLP. അപ്പോൾ അങ്ങനെ നല്ല ഐഡിയ ഉള്ള ആളുകൾക്ക് ബ്രാൻഡ് സെല് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ഷെയർ എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ LLP മാത്രമാണ്. കമ്പനി ആണെങ്കിൽ നമ്മളും ഈക്വലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അത് പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പിലും LLPയിലും വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഫണ്ട്, നമുക്ക് ഷെയർ. കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇട്ട പൈസക്കാണ്. ഇപ്പൊ ഞാൻ 1 lakh ഇട്ടു, നിങ്ങൾ 1 lakh ഇട്ട 50-50. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്താണ് നമ്മുടെ ഷെയർ ഹോൾഡിംഗ് ഡിഫൈൻ ആയിരിക്കുക. അല്ല, പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡിലല്ല ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റർ പുറത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ 10% സ്റ്റേക്ക് ആ ഇൻവെസ്റ്റർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അത് വാല്യുവേഷന്റെ പുറത്ത്. അപ്പൊ നമ്മൾ വാല്യൂ ചെയ്യും. ആ കമ്പനീനെ 10 CR വാല്യൂ ചെയ്തിട്ടാണ് ഡൈലൂഷൻസ് പ്ലാൻ ചെയ്യുന്നത്. കറക്റ്റ്. ഞാൻ പറയുന്നത് ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ്. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൈസ നിർബന്ധമായിട്ട് കൊണ്ടുവരണം കമ്പനിയിൽ, LLPയിലോ പാർട്ണർഷിപ്പിലോ. ലീഗലി ചെയ്യണമെങ്കിൽ പൈസ കൊണ്ടുവരണം, എന്നാലാണ് ഷെയർ ഹോൾഡിംഗ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ പല പാർട്ണർഷിപ്പിലും LLPയിലും സ്റ്റാർട്ടപ്സിലും ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്സ് ആണ്. അതായത് തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷമായിരിക്കും, ഒരുമിച്ച് എല്ലാത്തിനും നിൽക്കും. ഒരു ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ, ഇപ്പൊ ഈ ഇടയ്ക്കുള്ള റീസെന്റ് സ്റ്റഡി പറയുന്നത് ഈ സ്റ്റാർട്ടപ്സിന്റെ ഫെയിലിയേഴ്സിന്റെ റീസൺ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. അതാണ് ടോപ്പ് നമ്പർ 1. ഒന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റിന്റെ അച്ചീവ് ചെയ്യില്ല, രണ്ടാമത്തെ കോഫൗണ്ടർ കോൺഫ്ലിക്റ്റ്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിങ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റൗണ്ട് ആണ്. അതിന് തന്നെ ഒരു പ്രൊഫഷണൽ മെത്തേഡിൽ അപ്രോച്ച് ചെയ്യാം.
അതായത് ഒരു ഫണ്ട് റൈസിംഗിൽ ഫസ്റ്റ് വേണ്ടത് ബിസിനസ് പ്ലാൻ ആണ്. അത് ഫണ്ട് ഡിപ്ലോയ്മെന്റ് പ്ലാൻ, കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുന്നു, പ്രോപ്പർ പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നു, ഒരു എക്സിറ്റ് പോളിസി ഡിഫൈൻ ചെയ്യണം. അതായത് നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് പൈസ വാങ്ങാതെ പ്രൊഫഷണലി പ്രസന്റ് ചെയ്യുന്നു. നമ്മുടെ റിലേറ്റീവ് അവന്റെ CA കൊണ്ടോ എക്സ്പെർട്ടിനെ കൊണ്ടോ കൺസൾട്ട് ചെയ്ത് എല്ലാ ക്വറീസും അഡ്രസ് ചെയ്ത് പേപ്പറിലാക്കാം. ഇൻവെസ്റ്റർ എൻട്രി ആൻഡ് എക്സിറ്റ്, ഈ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. എക്സിറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക? 2 തരത്തിലാണ്. ഇപ്പൊ നാടൻ ട്രഡീഷണൽ ബിസിനസ് മോഡൽ ആണെങ്കിൽ ഒരു 1 or 2 ഇയർ നമ്മൾ ലോക്ക് ഇൻ പീരീഡ് വെക്കും. അതിനുശേഷം ഡിവിഡൻഡ് സെൻട്രിക് ആയിട്ട് തന്നെയാണ് നമ്മൾ അവിടെ പോവുക. ROI ബേസിലാണ് അല്ലാത്ത കേസിൽ നെക്സ്റ്റ് ഫണ്ടിങ് റൗണ്ട് എപ്പോഴാണോ വരുന്നത് അതിന്റെ പുറത്താണ് എക്സിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പൊ എന്താണ് എക്സിറ്റ് ക്ലോസിൽ എന്താണ് വേണ്ടത്? അടുത്ത ഫണ്ടിങ് റൗണ്ട് വരുമ്പോൾ എങ്ങനെയാണത്? ഇപ്പൊ നമ്മളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ അവരോട് ഓക്കെ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം പറയും ഹൗ ഡസ് ദാറ്റ്? കാരണം ഇത് ഡിവിഡൻഡിലായിരിക്കില്ല വർക്ക് ചെയ്യുക. അതെ, ഡിവിഡൻഡ് എന്തായാലും ഉണ്ടാവില്ല. അതെ. അപ്പൊ അവരോട് ആ എക്സിറ്റ് ക്ലോസിൽ എന്തായിരിക്കണം ഉണ്ടാവുക? നോർമലി നമ്മൾ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ് പറയുന്നു നേരത്തെ. അതിന്റെ ഒരു മെത്തഡോളജി വരുന്നത് നാളെ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 50 കോടി വാലുവേഷൻ ആണ് വരുന്നതെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ടിന് ഷെയർ തരും. അതായത് എനിക്ക് 35 കോടിയിൽ നിന്ന് കൺവേർട്ട് ആക്കി തരും. ആ ഡിസ്കൗണ്ട് ആണ് ഇവർക്കുള്ള പ്രീമിയം. മനസ്സിലായി. അപ്പൊ അത്രയും എമൗണ്ട് ഡബിൾ ആവും. മനസ്സിലാവുന്നുണ്ട്. അപ്പം അന്നത്തെ വാലുവേഷനേക്കാളും പകുതി വാലുവേഷന്റെ പുറത്ത് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. എന്താൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പ്രിഫറൻസ് അടുത്ത റൗണ്ട് വരുമ്പോൾ എനിക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാം സീരീസ് എയിൽ പോകണോ, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് റൗണ്ടിൽ പോകണോ, VC റൗണ്ടിൽ പോകണോ എന്നുള്ളത് നമ്മൾ ഇവരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ഉണ്ട്, ടൈം ഷീറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ കൺവേർട്ടിബിൾ നോട്ട്സിന്റെ കൂടെ നമ്മൾ പറയണം വാല്യുവേഷൻ ചെയ്യുമ്പോൾ അടുത്ത ഇനീഷ്യലി വാല്യുവേഷൻ ഉണ്ടാവില്ല. കമ്പനി ജസ്റ്റ് പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെ ആവണേ ഉണ്ടാവുള്ളൂ. ഒറിജിനൽ വാല്യുവേഷൻ ചെയ്യുമ്പോൾ അതിപ്പോ 100 കോടി വാല്യുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് 35% ഡിസ്കൗണ്ടിൽ കൺവേർട്ട് ചെയ്ത് തരും. അതാണ് അവർക്ക് കിട്ടുന്ന ലീവറേജ്. പിന്നെ അവർക്ക് എങ്ങനെ ഇറങ്ങി പോകണം എന്നുള്ളത് ഏത് റൗണ്ടിന്റെ ബേസിലാണ് അവർക്ക് എക്സിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇത് പറയുന്നത് പ്യുവർലി സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റേത് ഡിവിഡൻഡ് തന്നെ പ്ലാൻ ചെയ്ത് പ്രിൻസിപ്പൽ ആൻഡ് റിട്ടേൺ പ്ലാൻ ചെയ്ത് നമ്മൾ എക്സിറ്റ് കൊടുക്കുന്ന ഒരു രീതി. അവിടെ ബയർ വരണം. അതായത് എൻ്റെ ഷെയറിന് 10 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 3 ഇയർ കഴിയുമ്പോൾ ആ 10 ലക്ഷം രൂപ 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങാനായിട്ട് ഒരു ബയർ വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സിറ്റ് ചെയ്യാം. അതാണ് ട്രഡീഷണൽ മോഡലിൽ. ഇപ്പോൾ റിസോർട്ട് പ്രൊജക്റ്റ് ആണെന്നിരിക്കുക, അത് നമ്മൾ ഒരു 3 ഇയർ കഴിയുമ്പോൾ ആ ഷെയർ ചോദിച്ച ആളുകൾ വരും. മനസ്സിലായി. അപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ്, നിങ്ങൾ പറഞ്ഞിരുന്നു ഫണ്ട് യൂട്ടിലൈസേഷൻ പ്ലാൻ വേണമെന്നില്ല. എങ്ങനെയാണ് ആക്ച്വലി D2C സ്റ്റാർട്ടപ്പ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ഓക്കെ, അതിൻ്റെ ഒരു അലോക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പം നമുക്ക് പ്രയോറിറ്റീസ് എന്ന് പറയും. നോർമലി ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കൊമേഴ്സിൽ സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്ടർ ഏത് ചാനലിലോ ഏത് ഫണലിലാണോ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അതിലേക്കുള്ള പൈസയാണ് വരാം. പക്ഷെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അതെ അതെ. നോർമലി പറയും ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു 100 രൂപയുടെ ആഡ് സ്പെൻഡ് ചെയ്താൽ എത്ര ലീഡ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എത്ര എനിക്ക് കൺവേർട്ട് ചെയ്തിട്ട് കസ്റ്റമർ ആക്കാൻ പറ്റും, അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ CAC കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ 1000 രൂപ സ്പെൻഡ് ചെയ്ത് 10 കസ്റ്റമറിനെ കിട്ടിയിരുന്നെങ്കിൽ ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ 100 രൂപയാണ്. അപ്പൊ അത് നമ്മുടെ ഇൻഡയറക്ട് കോസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യും വേണം, ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് അതിന് മാർജിൻ ചെയ്യുന്ന സമയത്ത്. കറക്റ്റ്. പിന്നെ ഫൗണ്ടർക്ക് പലപ്പോഴും ഞാൻ പോസിറ്റീവ് നെഗറ്റീവും പറയാം, പല ഫൗണ്ടേഴ്സിനും ഈ ഫിനാൻഷ്യൽ പ്ലാനിനെ പറ്റി, അല്ലാതെ പ്രൊഡക്റ്റ് വിൽക്കാൻ അറിയാം പക്ഷെ എത്ര മാർജിന് വിൽക്കണം, ഈ അഡീഷണൽ കോസ്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകാറില്ല. പിന്നെ പലപ്പോഴും റൺവേ തീർന്നു പോകുന്നതും ഈ സ്റ്റാർട്ടപ്സിന്റെ പ്രശ്നമാണ്, എസ്പെഷ്യലി D2C. അതായത് ഞാൻ 1 കോടി രൂപ എടുത്തു, 6 മാസത്തേക്കുള്ള ഫണ്ടാണ് എനിക്കുള്ളത്. കറക്റ്റ്. അടുത്ത 5 മാസത്തിനുള്ളിൽ ഒന്നില്ലെങ്കിൽ അടുത്ത ഫണ്ട് വരണം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. ഈ ഒരു അൽഗോരിതം, എന്തൊരു അൽഗോരിതം ആണെങ്കിലും കൃത്യമായി കണ്ടിന്യൂസ്ലി ചെയ്തു പോയാലാണ് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായി വരുള്ളൂ. ഇതിടയ്ക്ക് സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയും നമ്മൾ വരുന്നുണ്ട്. പിന്നെ അൺനെസറി സ്പെൻഡിങ്, ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അൺനെസറി ആയിട്ടുള്ള ഏരിയാസിൽ സ്പെൻഡ് ചെയ്ത് പൈസ തീർന്നു പോകുന്ന ഒരു ക്ലാരിറ്റി. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെമിസേഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുഹൃത്താണ് നസീഫ്. ഞാൻ കണ്ടതിൽ വെച്ച D2Cയിൽ ഏറ്റവും ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഉള്ള ഒരു ഫൗണ്ടറാണ് നസീഫ്. എപ്പോൾ ഫണ്ട് റേസ് ചെയ്യണം, എന്തിനൊക്കെ കൃത്യമായി യൂസ് ചെയ്യണം, എഫക്റ്റീവിലായി അടുത്ത റൗണ്ട് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, എങ്ങനെ റേസ് ചെയ്യാം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആക്കാം, അതിനെപ്പറ്റി വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഫൗണ്ടറാണ് ഫെമിസേഫിന്റെ നസീഫ് നൗറീനും, രണ്ടുപേരും. പിന്നെ അവരുടെ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ബ്രാൻഡ് ഇക്വിറ്റിയും ആ ഒരു പേഴ്സണൽ ബ്രാൻഡും കാരണം അവർക്ക് വാല്യുവേഷൻ ലീവറേജ് കിട്ടിയിട്ടുണ്ട്.
പല ആളുകൾക്ക് നമ്മൾ വാല്യുവേഷനെ പറ്റി പറയാം, എനിക്ക് 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ട് എന്ന് വിചാരിക്കാം. അതിന്റെ മാക്സിമം വാല്യുവേഷൻ ക്യാപ്പ് റേഞ്ച് പറയുന്നത് 5 CR ആണ്, ഇൻറ്റു 5. പക്ഷെ അതിന് വേണമെങ്കിൽ നമുക്ക് 10 വരെ ആക്കാം, സബ്ജക്റ്റ് ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട്. ഒരു ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡ് പുതിയ സ്ഥലത്ത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അഷ്യൂർഡ് ആയിട്ടുള്ള കസ്റ്റമർ ബേസിനെയാണ് നമുക്കൊരു ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന്റെ ബ്രാൻഡ് ഇക്വിറ്റി. ഈ ഫൗണ്ടേഴ്സ് എന്തോരം ഫേമസ് ആണ്, കാരണം പലപ്പോഴും ഈ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതും ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ ഫൗണ്ടർ സ്റ്റോറി ബിൽഡിങ്ങിനും പേഴ്സണൽ ബ്രാൻഡിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു B2C ഏർലി സ്റ്റേജിൽ. ഈ ഇക്വിറ്റി കാരണം ബേൺ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ പറയാ, പല നമ്മുടേതായ കണക്ടിവിറ്റി വഴി നമ്മൾ പല ഷോകളിൽ സംസാരിക്കുകയും നമ്മുടെ ബ്രാൻഡ് എത്തിക്കാൻ 1000 കസ്റ്റമർ അവിടെ തന്നെ കിട്ടും. അത്രയും സ്പെൻഡ് ഓൺലൈനിൽ നമ്മൾ ചെയ്യേണ്ട. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി B2C ഫൈനാൻഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, നമ്മളിപ്പം പഴയ ബിസിനസ്സുകാരാണെങ്കിൽ അവര് ഒരിക്കലും ഫൗണ്ടർ ബ്രാൻഡ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചവരല്ല. അതെ. പിന്നെ അതിനുള്ള ഓഫ്ലൈനിലാണ്, ഇപ്പൊ ഓൺലൈനിലാണ് അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളിപ്പം പറഞ്ഞു 5x വാല്യുവേഷനിലത് ഒരു ഫൗണ്ടർ ബ്രാൻഡും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് 10x വാല്യുവേഷൻ. അതായത് 1 കോടി എനിക്ക് റവന്യൂ ഉണ്ട്, 5 കോടിയാണ് എന്റെ വാല്യുവേഷൻ. പക്ഷെ ഒരു ഫൗണ്ടർ ബ്രാൻഡ് കൂടി അതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ 10 കോടി വരെ കിട്ടാം, 10 കോടി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫൗണ്ടർ ബ്രാൻഡ് അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? സ്റ്റാർട്ടപ്പിലാണെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഈ ഫൗണ്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുന്നത്. കാരണം ഒരു ഫൗണ്ടർ ഇൻഫ്ലുവൻസറും കൂടി ആയാലും നമ്മൾ ഇനി വരുന്ന കാലങ്ങളിൽ ഇൻഫ്ലുവൻസർ ബിസിനസ്സാണ് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇൻഫ്ലുവൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബിസിനസ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫണൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈസി ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വളരെ ഈസിയാണ്, കാരണം അവിടെ എക്സ്പെൻസ് ഇല്ല. അപ്പോൾ ഇത് വളരെയധികം നിർബന്ധമാണ് സ്റ്റാർട്ടപ്പിൽ, എസ്പെഷ്യലി MSMEസിനെ പറ്റി പറയുകയാണെങ്കിൽ. ഈ പറയുന്ന ബ്രാൻഡ് ഇക്വിറ്റിയും ഓൺലൈൻ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലബിൾ ആക്കാൻ പറ്റും. അവർക്ക് ട്രാക്ഷൻ ഉണ്ട്, ബിസിനസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. ഒരു പാൻ ഇന്ത്യ ലെവലിലേക്കോ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് പോകണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ലാർജ് ബിസിനസ്സസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് ഹു ഡസൻറ്റ് ഹാവ് എ ഓൺലൈൻ പ്രസൻസ്. തീരെ ഇല്ല, അവർക്ക് ഫൗണ്ടർ ബ്രാൻഡും ഇല്ല, ഓൺലൈൻ പ്രസൻസും കുറവായിരിക്കും. അപ്പൊ ഈ ഫൗണ്ടർ ബ്രാൻഡ് വെച്ചിട്ട് അവരെങ്ങനെയാണ് ഈ ഫൗണ്ടർ ബ്രാൻഡിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ല, അതൊക്കെ നമ്മൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു 20 വർഷം 30 വർഷം എടുത്ത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. കറക്റ്റ്. ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ 20 വർഷത്തിന്റെ റിസൾട്ട് 2-3 വർഷം കൊണ്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ആ ഒരു രീതി വേണമെങ്കിൽ ഫോളോ ചെയ്യാം, എന്നെ അറിയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ പ്രൊഡക്റ്റ് നാച്ചുറലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വന്ന് ഗ്രാജുവലി എത്തുന്ന ഒരു മോഡൽ ആണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. സമാധാനമായിട്ട് അവിടെ നിൽക്കാം, പ്രൊഡക്റ്റ് പതുക്കെ ഡെവലപ്പ് ചെയ്തു. അല്ല, എന്റെ ചോദ്യം 20 വർഷം എടുത്ത് ഞാൻ ഒരു ബിസിനസ് ഉണ്ടാക്കി, ഓക്കെ, ഫൗണ്ടർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത 2 വർഷം ഞാൻ തീരുമാനിച്ചു ഫൗണ്ടർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെ തന്നെ പോണോ അല്ലെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോണോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എക്സിറ്റ് ഓഫ് ബിസിനസ് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമില്ല. നെക്സ്റ്റ് ജനറേഷൻ ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ പലർക്കും താല്പര്യമില്ല, ഒരു അക്വിസിഷൻ വേണം. ഇപ്പൊ തന്നെ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇപ്രോ ടേക്ക് ഓവർ ചെയ്തു. അത് ആ ബ്രാൻഡ് പൊസിഷൻ ചെയ്ത രീതിയും അവരുടെ ക്വാളിറ്റിയും കൊണ്ടാണ്. നിർബന്ധമായും ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡും ബിസിനസ് ബ്രാൻഡും നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതായിട്ട് വരും. ഇപ്പൊ പേര് പറയാൻ സാധിക്കില്ല. സിന്തൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, വിജു സാർ എന്ന് പറയുന്ന പേഴ്സണൽ ബ്രാൻഡ് അത്രയും ഹൈ ആണ്. അതിനേക്കാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്തു, 100 കോടി ടേൺ ഓവർ ഉണ്ട്. അയാൾ ഇപ്പോഴാണ് അറിയുന്നത്. അയാളെ പറ്റി ഒരാൾക്കും അറിയില്ല. പ്രൊഡക്റ്റ് വാസ് ഡൂയിങ് ഗുഡ് ഇൻ US. അപ്പോൾ സിന്തൈറ്റ് ഇപ്പൊ നിൽക്കുന്നത് വേറൊരു അത്രയും ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, വിജു എന്ന് പറയുന്ന ഫൗണ്ടറുടെ ബ്രാൻഡും അത്രയും ടോപ്പായിരുന്നു. അപ്പോൾ നമ്മളൊരു പാൻ വേൾഡ് ഇപ്പൊ ഗ്ലോബൽ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന ഫൗണ്ടേഴ്സ് ബ്രാൻഡ് ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പോവും. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ കോമ്പറ്റീറ്റേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ആ ചോദ്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തിനു ചെയ്യാതെ ഇരിക്കണം, അതാണ്. ഫൗണ്ടർ ബ്രാൻഡ് കൂടി ചെയ്ത് നിങ്ങളൊരു അഭിപ്രായത്തിൽ വാട്ട് വിൽ ബി ദ റവന്യൂ ഇമ്പാക്ട് ഓൺ ദ ബിസിനസ് പറയാൻ പറ്റുമോ? ആക്ച്വലി മീൻസ് അത് നമുക്ക് എങ്ങനെങ്കിലും മാപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം അവർക്ക് എന്നാലല്ലേ മനസ്സിലാവുള്ളൂ ഇത് എന്തിന് ഞാൻ ആക്ച്വലി ഫൗണ്ടർ ബ്രാൻഡിലേക്ക് ഇറങ്ങണം. ഓക്കെ, റവന്യൂവിനേക്കാൾ ഉപരി വാല്യുവേഷൻ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പൊ മലബാർ ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ അഹമ്മദ് എന്ന് പറയുന്ന ആളുടെ വിഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന മലബാർ ഗോൾഡ്. കറക്റ്റ്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ സ്ട്രാറ്റജീസും എന്ത് പറഞ്ഞാലും ആ ഒറ്റ എത്ര ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ഒറ്റ പേരിലേക്കാണ്
അത് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റോറിനെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ജനറിക് ആയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു പോകും. ഒരാളുടെ ഇമോഷൻ, ഒരാളുടെ ഗ്രോത്ത്, ആളും പറയും ഞാൻ സ്പൈസ് കമ്പനി ആയിട്ട് അല്ലെങ്കിൽ നാടൻ മലഞ്ചരക്ക് കച്ചവടമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പുള്ളി കൊടുത്തൊരു ട്രസ്റ്റും ആ ഒരു വിഷനും. എനിക്ക് നമ്മൾ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ കാട് പിടിച്ചു കയറുന്ന കുറ്റിക്കാട്ടുകാരനെ ഇന്ന് മൊണ്ടാന എസ്റ്റേറ്റ് ആക്കി മാറ്റിയത് പുള്ളിയാണ്. ആ ഒരു ഏരിയനെ ഒരു വലിയൊരു വിഷണറി ആക്കി പുള്ളി മാറ്റി. അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റോറി ബിൽഡ് ചെയ്യാനും ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാനും ഫൗണ്ടർ ബ്രാൻഡ് നിർബന്ധമാണ്. നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡിങ്, കുറച്ചും കൂടി പറയുക ഫൗണ്ടർ ബ്രാൻഡിങ് ആണ്. ഇതിൻ്റെ അകത്തൊരു ഭയങ്കര എക്സാമ്പിൾ ആണ് നിഖിൽ കാമത്ത്. സെറോദ എനിക്ക് നമ്പർ 1 സ്റ്റോക്ക് ബ്രോക്കർ ഇൻ ഇന്ത്യ അല്ലേ? അതെ. എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനല്ലേ? കാരണം ചില സമയങ്ങളിൽ ആദ്യമേ ലൗഡ് ആവാതെ പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും സംസാരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പറയുമ്പോൾ കുറേയും കൂടി എളുപ്പമാണ്. നമ്മൾ പറയും ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിപ്പോ ഭയങ്കര ഇമ്പാക്ട് പുള്ളിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് പല സ്ട്രാറ്റജീസ് ആണ്. ചില പ്രൊഡക്ട്സിന് ആദ്യമേ തന്നെ ലൗഡ് ആവേണ്ട ആവശ്യം നമുക്കുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് വേണം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്. ചില സമയത്ത് പ്രൊഡക്റ്റ് സംസാരിച്ച് അത് റീച്ച് ആയിട്ട് നമ്മൾ വരുമ്പോൾ കുറേ കൂടി നമുക്ക് എന്താ പറയുക ട്രസ്റ്റും റിലയബിലിറ്റിയും നമുക്ക് കിട്ടും. കറക്റ്റ്. അതേപോലെ നിഖിൽ കാമത്ത് ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ഏറ്റവും കൂടുതൽ ടോക്ക് ഷോസിലും പബ്ലിക് സ്പീക്കിങ്ങിലും കാണുന്നതാണ് ഫസ്റ്റ് ഹോമിന്റെ കോ ഫൗണ്ടർ മാത്യു സാർ. കാരണം പുള്ളി ഒരു ഇൻസ്പിറേഷൻ ആണ്. നാടൻ മീൻ കച്ചവടത്തിന് അവരെന്താ പറയുക ഹൈടെക് ബിസിനസ് മോഡലിലേക്ക് എത്തിക്കുകയും ഇപ്പൊ ഫസ്റ്റ് ഹോമിനെ പുള്ളി തന്നെയാണ് പല സ്ഥലത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നത്. അവരുടെ സ്റ്റോറി, കാരണം അവരുടെ ഫെയിലിയേഴ്സിനെയും സക്സസിനെയും അവരുടെ ജേർണിനെയും പറ്റാവുന്ന എല്ലാ വേദികളിലും പോഡ്കാസ്റ്റിലും അതുപോലെ തന്നെ ടോക്ക് ഷോസിലും എത്തി അവർ റീച്ച് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് അവർ ചെയ്തിരുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് 2 വർഷം നോക്കിയാൽ മാത്രം മതി അത്ര ആളുകൾക്ക് ഫസ്റ്റ് ഹോമിലേക്ക് എത്തിക്കാൻ പുള്ളിയുടെ ഒരു ടോക്ക് ഷോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കറക്റ്റ്. എനിക്കൊന്ന് കഴിഞ്ഞ 2 വർഷത്തിലാണ് ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയി മാറിയത്. അതെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഫൗണ്ടർ ബ്രാൻഡ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ഇത്രയും സിഗ്നിഫിക്കൻസ് ഉള്ളത്. കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ ഗ്രാന്റുകൾ, ഫണ്ടുകൾ ഇങ്ങനെ വല്ലതും കേരള ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ പല ഇൻക്യുബേറ്റേഴ്സും ആണ് ഈ പറയുന്ന ഫണ്ടിങ്ങിനെയൊക്കെ ചാനലൈസ് ചെയ്തത്. അപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു വളരെ സിമ്പിളായ പല ഗ്രാന്റ്സുകളുണ്ട്. ഒരു ഐഡിയ ഗ്രാന്റ് മുതൽ സ്കെയിലപ്പ് ഗ്രാന്റ് വരെ 3 lakhs മുതൽ 15 lakhs വരെ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രാന്റ് പറഞ്ഞാൽ എന്താണ്? നോൺ റീഫണ്ടബിൾ ആണ്. ആ പൈസ തിരിച്ചു കൊടുക്കണ്ട. എന്ത് പർപ്പസിനാണോ വെറുതെ കിട്ടും. പക്ഷെ സബ്ജക്ട് ആ പറയുന്ന പർപ്പസിന് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും സാലറി പറ്റും. സബ്ജക്ട് R&D പോലത്തെ കാര്യങ്ങൾ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. വളരെ എലിജിബിൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയ ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന ഗ്രാന്റ്സ് കിട്ടുള്ളൂ. നിങ്ങൾ വന്ന് പിടിച്ചാൽ കിട്ടും. നിങ്ങളൊരു മെന്റർ അല്ലേ? പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രൊഡക്റ്റും ആ ഫൗണ്ടറും സ്ട്രോങ് ആവാതെ ഒരു തരത്തിൽ നമുക്ക് കിട്ടില്ല. കറക്റ്റ്. അതിനും പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നമ്മളെ പറ്റി അറിയണം. അറിയാതെ ഒന്നും വർക്ക്ഔട്ട് ആവില്ല. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ സീഡ് ഫണ്ട്സ് ഉണ്ട്. അതായത് സ്റ്റേറ്റും സെൻട്രലും കൂടി ചെയ്യുന്ന 50 lakhs വരെയുള്ള സീഡ് ഫണ്ട്സ്. ഇവിടെ ഫുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫവാസ് നമ്മുടെ സുഹൃത്താണ്. ഫവാസിനെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഡക്ട് ഡെവലപ്മെന്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞ് 7 lakhs പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഗ്രി സെക്ടർ ആയിട്ടുള്ള D2C സ്റ്റാർട്ടപ്സിന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയോ ഉണ്ടാക്കുകയോ ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് നബാർഡിന്റെ ഗ്രാന്റ്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന റീസെന്റ് അദ്ദേഹത്തിന് നാബ് വെഞ്ചേഴ്സിന്റെ നബാർഡിന്റെ ഒരു സീഡ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ D2C സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഫർണിഷ് ചെയ്യാനുള്ള ചെറിയ പ്രീ സീഡ് മണിയൊക്കെ നമുക്ക് സീഡ് ഫണ്ട് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ സീഡ് ഫണ്ടിന് നമ്മൾ ഇക്വിറ്റി കൊടുക്കണ്ടേ? 2 മെത്തേഡിലുണ്ട്. ഒന്ന് ഇക്വിറ്റി കൊടുക്കുന്ന മെത്തേഡും ഉണ്ട്, കൺവേർട്ടബിൾ ഡിബഞ്ചർ ആയിട്ടും, അതല്ലെങ്കിൽ ലോൺ ആയിട്ടോ ഗ്രാൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിന് സാധനം കിട്ടും. പിന്നെ ഇത് ഏത് ചാനൽ വഴി വേണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ചൂസ് ചെയ്യാം. അതെ. അപ്പോൾ ഈ പറയുന്ന സ്കീമുകളും ഗ്രാൻഡുകളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഇത് എമൗണ്ടിനേക്കാൾ ഉപരി റെക്കഗ്നിഷനാണ്. അതായത് ഗവൺമെന്റ് നമ്മുടെ പ്രൊഡക്റ്റിലും ബിസിനസ്സിലും ട്രസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ഗ്രാൻഡ് തരുന്നു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഒരു ഫണ്ടിങ് റൗണ്ടിലേക്ക് നമുക്കൊരു ട്രസ്റ്റ്, ഒരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സീഡ് ഫണ്ട് എല്ലാം. കറക്റ്റ്. ഓക്കെ. ഇനി ചോദ്യം, ഇതിപ്പോ നമ്മൾ കേരള ഗവൺമെന്റ് കുറച്ച് പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, നമുക്ക് പുറത്തിന് എവിടെ നിന്ന് കിട്ടുമോ നമുക്ക് ഈ ഗ്രാൻഡ് പോലത്തെ അതായത് ഇക്വിറ്റി കൊടുക്കേണ്ടാത്ത ഫണ്ടുകൾ? പല ആക്സിലേറ്റേഴ്സും കൊടുക്കുന്നുണ്ട്. കാരണം D2C അത് കുറവാണ്. കൂടുതലും ടെക് ബേസ്ഡ് സ്റ്റാർട്ടപ്സിൽ ഇപ്പൊ NVIDIA പോലത്തെ ആളുകൾ, അങ്ങനത്തെ പല ആക്സിലേറ്റേഴ്സും ഇൻക്യുബേറ്റേഴ്സും വെളിയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ D2Cക്ക് കൂടുതലും കിട്ടുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന സെഗ്മെന്റിലാണ് നമുക്ക് ഫണ്ട്സ് എല്ലാം കിട്ടുന്നത്. ഓക്കെ. ഈ GST കുറിച്ച് പറയാമേ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി GST എല്ലാ സ്റ്റേറ്റിലും GST വേറെ ഡിഫറെന്റ് സ്റ്റേറ്റുകൾ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇ-കൊമേഴ്സിൽ വെക്കുമ്പോൾ എല്ലാ സ്ഥലത്തും വിളിക്കാം. നമുക്ക് എവിടേക്കാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ആ സ്റ്റേറ്റ് റെസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് GST വേണം. ഇപ്പൊ നമ്മൾ പല സ്ഥലത്ത്, ഇപ്പൊ എനിക്ക് കർണാടകയിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, മുംബൈയിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, കേരളത്തിലുണ്ടെങ്കിൽ ആ 3 സ്റ്റേറ്റിലും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ GST എടുക്കണം.
കേരളത്തിന് ഷിപ്പ് ചെയ്യുകയാണെങ്കിലോ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം മതി. നമുക്ക് എവിടെ നിന്നാണോ ഷിപ്പ് ചെയ്യുന്നത് അവിടെയാണ് GST. നമ്മൾ സപ്ലൈ എവിടെ നിന്നാണ് ചെയ്യുന്നത് അവിടെ നിന്ന് ചെയ്യാം. മിക്കവരും തേർഡ് പാർട്ടീനെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ആമസോൺ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട, നമ്മൾ തന്നെ ഡെലിവറി പീപ്പിളിനെ വെച്ച് കണക്ട് ചെയ്ത് പോവാണ്. മൾട്ടിപ്പിൾ വെയർ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻറ്റ് സപ്ലൈ വരുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് GST നമുക്ക് എന്തായാലും വേണം. ഇത് പല ആൾക്കാരും മിസ് ചെയ്യുന്ന സാധനമാണ്. അതെ അതെ, ഇത് മിസ് ചെയ്തെന്ന് സംഭവിക്കും. ഡെഫിനറ്റ് ആയിട്ടും ഭാവിയിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേ ബില്ല് അതേപോലെ GST വോയിസ് അവർ ചെക്ക് ചെയ്യും. അത് മിസ്സിംഗ് ഉണ്ടെങ്കിൽ നോട്ടീസ് വരും. ഇതൊക്കെ ഒരു നോൺ കംപ്ലൈൻസിന്റെ ഭാഗമാണ്. നമുക്ക് അറിവില്ലായ്മ അവിടെ എക്സ്ക്യൂസ് അവിടെ നമുക്കില്ല. നമുക്ക് ഫൈൻ വരും. അത് നമുക്ക് ഒരുപാട് ലീഗൽ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് ഇ-കോമേഴ്സിന് എക്സ്പേർട്സിനെ കൊണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഇപ്പോഴും നമ്മുടെ കൊളീഗ് ആയിട്ടുള്ള കുറെ ഫൗണ്ടേഴ്സിന്റെ അടുത്താണ് ഇൻസൈറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാം. മനസ്സിലായി. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഇനി ഞാൻ ഇന്ത്യയിൽ അത്യാവശ്യം പാൻ ഇന്ത്യ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി നമ്മൾ മലയാളികൾ ദുബായിലാണല്ലോ. 15ാമത്തെ ഡിസ്ട്രിക്ട് ദുബായ് ആണെന്നാ പറയല്. ദുബായിലേക്ക് എനിക്ക് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ, രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് 0 ടാക്സ് ആണ് നമുക്കുള്ളത്. GST പ്രകാരം 0 റേറ്റ് ഓഫ് സപ്ലൈ ആണ് നമുക്കുള്ളത്. അപ്പൊ ഇനി പറയുകയാണെങ്കിൽ എനിക്ക് ദുബായിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ ഇന്ത്യൻ കമ്പനിക്ക് തന്നെ അവിടെ ഒരു കമ്പനി ഫോം ചെയ്ത് അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാം. അതിന് നമ്മൾ ODI എന്നാണ് പറയാം, ഓവർസീസ് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അത് ഇന്ത്യൻ കമ്പനി ദുബായിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് നമ്മൾ മാറുന്നു. മനസ്സിലായി. ഇല്ലെങ്കിൽ ചില സമയത്ത് ചില ബിസിനസ്സിന് ദുബായിലായിരിക്കും ഭയങ്കര സ്കോപ്പ് കൂടുതൽ. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു കമ്പനി ദുബായിൽ ക്രിയേറ്റ് ചെയ്യും, ഇന്ത്യയിലും ഒരു കമ്പനി പിന്നീട് ക്രിയേറ്റ് ചെയ്യും. ആ ദുബായ് കമ്പനി ഇന്ത്യൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. അതിന് FDI എന്ന് പറയും, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. 100% FDI പോസിബിൾ ആണോ? സബ്ജക്ട് ടു ഈ സിംഗിൾ ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് എന്ന് പറയുന്ന പല ഏരിയാസ് നമുക്കുണ്ട്. സിംഗിൾ ബ്രാൻഡിലാണ് ഇത് പോസിബിൾ ആയിട്ട് വരുന്നത്. മൾട്ടി ബ്രാൻഡിലാണെങ്കിൽ FDI റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നോർമലി 49% വരെയൊക്കെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് റൂട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ചെയ്യാം അപ്രൂവൽ റൂട്ട് എന്ന് പറയുന്ന റൂട്ട് ഉണ്ട്, അതിന് സമയം എടുക്കും. അപ്പോൾ എന്താ പറയാ, D2C ബ്രാൻഡുകൾക്ക് സബ്ജക്ട് ടു അപ്രൂവൽ ആണ് നമുക്ക് ഫണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. മനസ്സിലായി. ഇനി ഞാൻ വലിയൊരു ബ്രാൻഡായി, ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനിപ്പം അടുത്ത് ഫെലിക്സിന്റെ ഒരു പോഡ്കാസ്റ്റ് കേട്ടിരുന്നു, ഇൻവെസ്റ്റേഴ്സുമായിട്ടില്ല. ഏബിള് അയിൽ വിറ്റപ്പം 100 കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ക്യാപ് ടേബിളിൽ ഉണ്ടായിരുന്നു. ഈ ക്യാപ് ടേബിളിൽ കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. എന്താണ് ആക്ച്വലി പ്രശ്നം? അതായത് ഇപ്പോൾ നോർമലി ഒരു 1 CR ഇൻവെസ്റ്റർ വന്നാലും 10 CR ഇൻവെസ്റ്റർ വന്നാലും ബോർഡിലേക്കുള്ള ഇവരുടെ റൈറ്റ്സ് എനേബിൾ ചെയ്യും, നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അതിന് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ആണ് എന്ന് പറയാം. അല്ല, ഈ ബോർഡിലേക്ക് റൈറ്റ്സ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ നെഗോഷിയേറ്റ് ചെയ്യൂര്. കാരണം ഏർലി സ്റ്റേജിൽ വരുന്ന ആളുകൾ അവരുടെ ഫണ്ടിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡിലേക്ക് ഒരു നോമിനി ഡയറക്ടറെയോ ഒരു കൺസെന്റിന് വേണ്ടിയുള്ള റൈറ്റ്സ് എല്ലാം അതിൽ എനേബിൾ ചെയ്യും. എന്ത് ഡിസിഷൻ ചെയ്യുമ്പോഴും ടേക്ക് ഓവറോ ഔട്ട് റൈറ്റ് സെല്ലോ ചെയ്യുമ്പോൾ ഇവരെ മുഴുവൻ കൺസെന്റ് നമുക്ക് വേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയാണ് ഏഞ്ചൽ ലിസ്റ്റ് എന്ന് പറയും. അതായത് 10 ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ഈ 10 പേരെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നില്ല. സെബിയുടെ അംഗീകൃതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഏഞ്ചൽ ലിസ്റ്റ് എന്നാണ് പറയാം, റോളർ വെഹിക്കിൾ എന്ന് പറയും. ഈ 10 പേരും സെബിയുടെ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഫണ്ട് കമ്പനി ആയിരിക്കും ഒറ്റ പേരിൽ നമ്മുടെ കമ്പനിയിലേക്ക് വരും. അതാണോ ഈ ക്യാനൊക്കെ ചെയ്യുന്നത്? അതെ, കേരള അതുപോലെ ആ നെറ്റ്വർക്ക് ആണ് ഇങ്ങോട്ട് വരിക. അതിനകത്ത് ഒരാളോട് കൺസെന്റ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഈ 10 പേര് വരുമ്പോൾ 10 പേര് കൺസെന്റ് വേണം. പലരും പല സ്ഥലത്തായിരിക്കും. ഒരു ബോർഡ് റെസൊല്യൂഷൻ അപ്രൂവൽ എടുക്കുമ്പോൾ അവരുണ്ടാവില്ല, പല ഡിലേസ് വരും. പിന്നെ പ്രൊഫഷണലി ക്യാപ് ടേബിൾ എത്ര കുറവ് വരുന്നു അതാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്നാണ് പറയുക, AIF. ഇതെല്ലാം ചെയ്യുന്നത് ഇതുപോലത്തെ ഫണ്ടിങ് മെത്തേഡിലാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഇല്ലെങ്കിൽ അത് പുലിവാലാവും. ഞാൻ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് 2 കോടിയുടെ നെറ്റ് വർത്ത് എങ്കിലും ഇല്ലാതെ ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഭാവിയിൽ അത് കേസാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ട് വാങ്ങുന്ന ആളുടെ സോഴ്സും കൂടി നമ്മൾ അറിയണം. നമ്മൾ അത് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നോട്ടീസിനുള്ള പോസിബിലിറ്റി. അല്ലെ, നമുക്ക് പറയാലോ, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ആ ആൾക്കാണ് ബുദ്ധിമുട്ട്. നമുക്കെല്ലാം ഇൻവെസ്റ്റർക്ക് നോട്ടീസ് വരും. അദ്ദേഹം റിട്ടേൺ പോലും ചെയ്യാത്ത ഒരാളാണ്, ഇൻകം ടാക്സ് പോലും ഇൻകം ഇല്ലാത്ത ഒരാൾ 25 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ there is a possibility of income tax notice. അതിനാണ് ആക്ച്വലി കൺസൾട്ടന്റ് നോക്കണമെന്ന് അറിയാം. ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റ് ആണ് ഇതിന്റെ അകത്ത് മുട്ടി. അത് ശരിക്കും വായിക്കണം, എല്ലാ പേജും എല്ലാ ക്ലോസും വായിക്കണം. നോർമലി SHA ഒരു 40 മുതൽ 100 പേജ് വരെ വരുന്നത് വലിയ ഡോക്യുമെന്റ്. നമ്മൾ മെനക്കെട്ടിരുന്ന് ആദ്യമേ വായിക്കണം. അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഒപ്പീനിയൻ എടുക്കണം. എന്നിട്ട് 100% വെറ്റിയതിന് ശേഷം മാത്രമേ ഈ സംഗതി സൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വലിയൊരു ഇടങ്ങേറായിട്ട് ഈ പറയുന്ന പ്രോസസ് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടാവില്ല. ഒരു കൺസെന്റിന് എല്ലാത്തിനും ഇവിടെ ചോദിക്കേണ്ടതായിട്ട് വരും, പ്രശ്നങ്ങൾ. കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എനിക്ക് വന്നത് കഴിഞ്ഞ 1 മണിക്കൂറോളം ഒരു കമ്പനി എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം,
കമ്പനി എങ്ങനെ തുടങ്ങാം, കമ്പനി ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ എടുക്കാം, എങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ട്സ് റേസ് ചെയ്യാം, എക്സിറ്റ് വരെ എത്തി. അതെ അല്ലേ? ഇനി എന്തുണ്ടോ? ഇനിയുണ്ട്. ഇപ്പൊ എക്സിറ്റിനേക്കാൾ ഉപരി നമ്മൾ എപ്പോഴും പറയും വെൽത്ത് ക്രിയേഷൻ എന്ന് പറയും. നമ്മളൊരു ബ്രാൻഡ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ധനൻ സമിറ്റിൽ സിജോയ് സാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ആൽക്കഹോളും ലിക്കറൊന്നും അല്ല, ആൽക്കഹോളും സ്മോക്കിംഗ് ഒന്നും അല്ല നമുക്ക് ലഹരിയാവേണ്ടത്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, ആ ബ്രാൻഡ് വളരുന്നത് കണ്ടൊരു എക്സൈറ്റ്മെന്റ് ആവണം എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം നല്ലൊരു വാചകമാണ്. ശരിക്കും ഭയങ്കര വൈറലുമായി. ശരിക്കും പറയേണ്ടത് ഒരു സംഗതി അതാണ് മക്കളെ. അതെ. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും ഇപ്പൊ നമ്മൾ ഡിവിഡൻഡ് എന്ന് വാങ്ങിയില്ലെങ്കിൽ ആ ഫണ്ട് അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ബിസിനസ് അത്രയും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഒരു സിസ്റ്റം ഡ്രിവൺ ആക്കുക, ഒരു ബ്രാൻഡ് ഇക്വിറ്റി വളരാം, പേഴ്സണൽ ആൻഡ് ബിസിനസ് ബ്രാൻഡ്. മനസ്സിലായി. നാളെ നമുക്കിതിനെ വേറെ ലെവലിലേക്ക് എത്താനായിട്ട് ലിസ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. SME ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് ഉണ്ട്. SME ലിസ്റ്റിംഗ് പറയുമ്പോൾ IPO തന്നെ, ഷെയർ മാർക്കറ്റിൽ ചെറിയ IPO. ഇപ്പൊ ഈ ഇടയ്ക്ക് നിങ്ങൾ വായിച്ചോന്നറിയില്ല, ഒരു യമഹ ഷോറൂം വരെ ലിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ 25 കോടി ടേൺ ഓവർ അല്ലെങ്കിൽ 2 കോടി പ്രോഫിറ്റ് ഉള്ള ആർക്കും ലിസ്റ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളൊരു കമ്പനി ലിസ്റ്റഡ് കമ്പനി ആയിട്ട് അല്ല, അങ്ങനെ എന്തിനങ്ങനെ ലിസ്റ്റിംഗ് ചെയ്യണം? കാരണം പബ്ലിക്കലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന്റെ അടുത്ത് ഫണ്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഒരു പബ്ലിക് കമ്പനി ആയിട്ട് മാറാണ് ചെയ്യുക. ഈ പ്രൈവറ്റ് കമ്പനി 200 എന്ന് പറയുന്ന ലിമിറ്റിനെ അൺലിമിറ്റഡ് നമ്പറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാനായിട്ട് മാറാണ് ചെയ്യുക. പിന്നെ പബ്ലിക്കിൽ പാൻ ഇന്ത്യ വിസിബിലിറ്റി നമുക്കവിടെ കിട്ടുകയാണ്. ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് ഷെയർ എടുക്കാം. ഇപ്പൊ ഈ ഇടയ്ക്ക് കംപ്ലീറ്റ് ആയ ലിസ്റ്റിംഗ് ഡിമാക് എന്ന് പറയുന്ന സ്റ്റീൽ ഉണ്ട് തൃശ്ശൂർ ഭാഗത്തുള്ള, അവർ SME ലിസ്റ്റിംഗിലേക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ SME ലിസ്റ്റിംഗ്സ് ഞാനിപ്പം എന്റെ ലിസ്റ്റിംഗ് ചെയ്തപ്പോൾ എന്റെ കമ്പനീന്റെ വാല്യൂ SME ലിസ്റ്റിംഗ് എന്താണ് വാല്യൂഷൻ? നോർമലി പ്രോഫിറ്റിന്റെ പുറത്താണ് നമുക്ക് കിട്ടുക. 1 കോടി പ്രോഫിറ്റ് ഉള്ള ഒരാൾക്ക് 10 മൾട്ടിപ്പിൾ വരെ കിട്ടാം. അതായത് 1 കോടിക്ക് 10 കോടി വരെയാണ് എന്റെ വാല്യുവേഷനുള്ള സാധ്യത. സബ്ജക്ട് ടു അത് 15 വരെ പോവാം. നോർമലി 10 കോടിയാണ് കിട്ടുക. ഈ 10 കോടിയുടെ 25% നിർബന്ധമായും ഡൈലൂട്ട് ചെയ്യണം. അതായത് 2.5 കോടി രൂപയാണ് എനിക്ക് ഡൈലൂട്ട് റേസ് ചെയ്യാൻ പറ്റുക ഈ ഫണ്ടിങ്ങിലൂടെ. നമ്മുടെ നോർമൽ ഷെയർ പ്രൈസ് കൂടുന്ന പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഷെയർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ഇത് 2-3 വർഷം SMEയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ബോർഡ് IPOയിലേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് ഒരു ഷോർട്ട് ടൈം ഗെയിൻ മെത്തേഡ് അല്ല SME IPO. ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് SME IPO. അതായത് പിന്നെ ഇൻവെസ്റ്റേഴ്സിനോട് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബ്രാൻഡ് ഇക്വിറ്റിയും ഈ പേഴ്സണൽ ബ്രാൻഡ് ഇക്വിറ്റിയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി SME IPO സക്സസ്ഫുൾ ആവും. സബ്ജക്ട് ടു നമ്പേഴ്സും കൂടി കറക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി SME IPO വാല്യുവേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതെ. ഓക്കെ. അപ്പൊ SME IPOന്റെ ലിമിറ്റ് എന്താണ്? മെയിൻ ബോർഡ് IPOയിലേക്ക് എപ്പോഴേക്കാണ് പോവുക? ഓക്കെ, നമുക്ക് 25 crore വരെ ക്യാപിറ്റൽ വരെയുള്ള കമ്പനീസിനാണ് SME IPO ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 25 crore ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മൾ ഇനീഷ്യൽ എത്ര പൈസയാണോ ബിസിനസ്സിലേക്ക് മൂലധനം എന്ന് പറയില്ല, നമ്മൾ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന പൈസയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇനീഷ്യലി നമ്മൾ 1,50,000 രൂപയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നീട് കൂടി വരും. ഓരോ റൗണ്ട് തന്നെ കൊണ്ടുവരികയോ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരികയോ ചെയ്യും. ആ പൈസയുടെ 25 crore വരെയുള്ള കമ്പനീസിനാണ് SME IPO ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകളെല്ലാം മെയിൻ ബോർഡിലേക്ക് ചെയ്യണം. ഇതൊരു കേരളത്തിൽ 2-3 കമ്പനീസ് ആയിട്ടുള്ളൂ. ഇതിന് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യുന്നത് ഗുജറാത്ത്, മുംബൈ, അതേപോലെ രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാളൊക്കെയാണ്. ഇതൊരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ലോങ് ടൈമിലേക്ക്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു എനിക്ക് നാട്ടുകാരുടെ അടുത്ത് പൈസ വാങ്ങണമെങ്കിൽ SME IPO വഴി വാങ്ങിക്കാം. നമുക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ് ഈ പൈസ വാങ്ങിക്കാം. ഗവൺമെന്റ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഒരു റിസ്ക് നമുക്ക് അവിടെ ഇല്ല. നമുക്ക് ധൈര്യമായി പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാം. ഒരു കാര്യം കൂടി പറയാം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പരസ്യം ചെയ്ത് പൈസ വാങ്ങിക്കാൻ പാടില്ല. കേരളത്തിൽ പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞ, അതായത് ഒരു പബ്ലിക് കമ്പനി അല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനിക്കോ LLPക്കോ പാർട്ണർഷിപ്പിനോ എന്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തരൂ എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യം ചെയ്യും. ROI ഇത്ര %, ഇൻവെസ്റ്റ് എമൗണ്ട് 10 lakhs എന്ന് പറഞ്ഞ് പേപ്പറിലൊക്കെ നമ്മൾ പരസ്യം ചെയ്യും. ലീഗലി അത് കേസാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പബ്ലിക് കമ്പനിയിലേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ്. അപ്പൊ നമ്മളിപ്പോ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഓൺബോർഡ് ചെയ്യുന്നത് വെച്ചിട്ടല്ല, അതെല്ലാം പ്ലാറ്റ്ഫോം വഴിയോ ഒഫീഷ്യലുള്ള 1-to-1 കൺസൾട്ടിങ് വഴിയാണ്. പബ്ലിക്കലി പരസ്യം ചെയ്യാൻ പാടില്ല. പേപ്പറിലോ ഹോർഡിങ്ങിലോ ഇൻസ്റ്റാഗ്രാമിലോ ചെയ്യാൻ പാടില്ല. അത് കേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരി. കാരണം പ്രൈവറ്റ് കമ്പനി ഈസ് ഫോർ പ്രൈവറ്റ്ലി പീപ്പിൾ. നമുക്കറിയാവുന്ന ആളുകൾ നമ്മൾ 1-to-1 നമുക്ക് അപ്രോച്ച് ചെയ്യാം. പ്രൊഫഷണൽ ഫണ്ടിങ്ങിലേക്ക് പോവാം. പേപ്പറിൽ പരസ്യം ചെയ്യരുത്. സംഭവമാക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് അതിന്റെ ഒരു ലീഗാലിറ്റി. ഈ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് സിയാൽ എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ നമുക്ക് ലീഗലി ഗവൺമെന്റ് അപ്രൂവലോട് കൂടി തന്നെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷെ ഇവിടേക്കുള്ള സംഗതി പ്രോഫിറ്റിന്റെ പുറത്താണ് വാല്യുവേഷൻ.
പ്രോഫിറ്റ് കൂടിയോ ഷെയറിന്റെ പ്രൈസ് കൂടും, പ്രോഫിറ്റ് കുറഞ്ഞോ ഷെയറിന്റെ പ്രൈസ് കുറയും. ഓക്കെ, മെയിൻ ബോർഡ് IPO അങ്ങനെയല്ല. അതെ, മെയിൻ ബോർഡിലും നമുക്ക് ഫ്യൂച്ചറിൽ അൾട്ടിമേറ്റ്ലി എല്ലാം വരുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ സൊമാറ്റോ ലിസ്റ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റിലല്ലോ നെക്സ്റ്റ് ഇയറിലേക്ക് അത് പ്രോഫിറ്റബിൾ ആവും, മനസ്സിലാവുന്നുണ്ട്. ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയുടെ പുറത്ത് നമുക്ക് അവിടെ കയറാം, ലിസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് സസ്റ്റൈനബിലിറ്റി ആണ് ഈ പറയുന്നത്. ഷെയർ പ്രൈസിന്റെ വേരിയേഷൻ വരുന്നത് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇനീഷ്യൽ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി പറഞ്ഞ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് മെയിൻ ബോർഡിലും. അപ്പൊ അങ്ങനെയാണ് ഈ സൊമാറ്റോ ഒക്കെ ലിസ്റ്റ് ആയിട്ടും. അതെ, സൊമാറ്റോ മാമാർത്തൊക്കെ ലിസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ ലോങ് ടൈമിൽ ഷെയർ പ്രൈസ് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, പ്രോഫിറ്റബിലിറ്റി തന്നെ വരണം. ഓക്കെ, ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു ഇത് നമ്മൾ 0 to hero വരെ കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ കുറെ D2C സ്റ്റാർട്ടപ്സിന് ഓൾറെഡി യു ആർ കൺസൾട്ടിങ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മെയിൻറ്റെയിൻഡ് എക്സാമ്പിൾ എടുക്കാം. ആ ഒരു ജേണി, അതായത് അവർ ഷാർക്ക് ടാങ്കിൽ പോയി ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മെയിൻറ്റെയിനിൽ? ശരിക്കും അവർ വളരെ യങ് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് 2 ലേഡീസാണ് മനോഹരമായിട്ട് ചെയ്യുന്നത്. ഒരാൾ പ്രൊഡക്റ്റിലേക്കും ഒരാൾ മാർക്കറ്റിംഗിലേക്കും ആണ് ചെയ്യുന്നത്. അവരുടെ ഫൗണ്ടർ മിക്സ് തന്നെ പെർഫെക്റ്റ് ആണ്. പിന്നെ അവരുടെ ഹെഡ് ഓഫീസ് മുംബൈ ആണ്. കാരണം ഏതൊരു ബിസിനസിന്റെയും ഒരു പാൻ ഇന്ത്യയുടെ ഒരു ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്ന ഷോ കിട്ടിയൊരു മൈലേജ് വളരെ വലുതാണ്. അവർക്ക് ആ ഒരു പാൻ ഇന്ത്യയിൽ പല സ്ഥലത്തേക്കും എന്താ പറയുക റീച്ച് കിട്ടി. അമൻ ഗുപ്ത എന്ന് പറയുന്ന ആൾ അവർക്ക് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയും ചെയ്യും. അമൻ ഗുപ്ത CEO ആണ്, ആസ് വെൽ ആസ് ഒരു പേഴ്സണൽ ബ്രാൻഡും ആണ്. അതെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം CA ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് 2 സ്റ്റാർട്ടപ്പ് 3 സ്റ്റാർട്ടപ്പ് ഫെയിലിയർ ആയിട്ട് ആള് ക്രിയേറ്റ് ചെയ്ത 10,000 കോടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നിട്ടാണ് അവർ ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ പാൻ ഇന്ത്യ ഒരു 10-50 ലക്ഷം ടേൺ ഓവർ ആയിരുന്ന കമ്പനീനെ ഒറ്റയടിക്ക് 2-3 കോടിയിലേക്ക് എത്തുന്നത് ഷാർക്ക് ടാങ്ക് പോലെയാണ്. നമുക്ക് ബിയോണ്ട് സ്നാക്സ് വേണമെങ്കിൽ പറയാം. അതുപോലെ പല പല ബ്രാൻഡ്സും വന്നേക്കുന്നത് ഈ ഷാർക്ക് ടാങ്കിന്റെ ഒരു മൈലേജ് ഉണ്ട്. കറക്റ്റ്. അപ്പോൾ ഇത് ശരിക്കും ഇവർക്ക് പാൻ ഇന്ത്യയിലേക്ക് ടേൺ ഓവറിനെ കൂട്ടാനും പ്രോഫിറ്റബിലിറ്റിയും പിന്നെ അൾട്ടിമേറ്റ്ലി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും പെട്ടെന്ന് അവർക്ക് സാധിച്ചു. അപ്പൊ ഇങ്ങനത്തെ ഷോകളിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ റീച്ച് കിട്ടും. റീച്ച് മതിയല്ലോ നമുക്ക്. നമ്മളൊരു 1 കോടി സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് മീൻസ് ആഡിന്റെ പരസ്യം ഒറ്റയടിക്ക് നമുക്ക് അവിടെ കിട്ടും. എക്സാക്ട്. അത് മാത്രമല്ല, ഓവർ ആൻഡ് അബോവ് ദാറ്റ്. അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത റൗണ്ട് റേസ് ചെയ്യാൻ ഷാർക്ക് ടാങ്ക് ഇൻവെസ്റ്ററായ അമൻ ഗുപ്ത ഇവരെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നില്ല? അത് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും പറഞ്ഞു. അതെ. സോ ഹൗ ഡസ് ദാറ്റ് വർക്ക്? നോർമലി ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞങ്ങളൊരു പാലക്കാട് ബേസ്ഡ് ഒരു AI പ്ലാറ്റ്ഫോം ആണ് ചെയ്യുന്നത്. ഒരു L&T എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കോഫൗണ്ടറാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇവർക്ക് പൈലറ്റ് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ക്യാമറ ടൂൾ അവർ ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ആ എൻഗേജ്മെന്റ്സ് എല്ലാം പിടിച്ചു കൊടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ആക്സസബിൾ അല്ലാത്ത പല എൻഗേജ്മെന്റ്സും കണക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് പല എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പലപ്പോഴും ഫണ്ട് മാത്രമല്ല ഒരു ഇൻവെസ്റ്റർ അടുത്ത് നിന്ന് വാങ്ങേണ്ടത്, അവരുടെ നെറ്റ്വർക്കാണ്, അവർ നോഹോ ആണ്. ഇവിടെ നമുക്ക് അഡ്വൈസറി ഷെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കിട്ടി, അദ്ദേഹത്തിന് നമ്മുടെ ടീമിന്റെ ഭാഗമാക്കി നിർത്താം ഓപ്പറേഷനിലേക്ക്. അപ്പൊ നമ്മൾ അവരെയും കൂടി പഠിക്കണം. അവരുടെ സ്കിൽസും കണക്ട്സും എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ സെറ്റിക്വിറ്റി എന്ന് പറയും, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സബ്ജക്ട് ടു കണ്ടീഷൻസ് വെച്ചിട്ട് ഷെയർസ് കൊടുക്കുന്ന ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ E-കോമേഴ്സ് വെച്ചിട്ട് നിങ്ങളെ കൊണ്ടുവന്ന പോലെ ഇനി വേണം മൂപ്പരെടുത്തിന് എങ്ങനെ കാശ് ഉണ്ടാക്കുക. ഒരു സ്റ്റാർട്ടപ്പ് എന്റെ നാട്ടുകാരായിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്, D2Cയിലുള്ള സ്റ്റാർട്ടപ്പാണ്. നേച്ചറപ്പ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ട്. നമ്മളെ ടെൻഡർ കോക്കനട്ടിന് ആ പൊടി അവർക്ക് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ റിലവന്റും ആണ്. അവര് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫുഡ് ടെക് സ്റ്റാർട്ടപ്പിൽ ഒരു ഷോ വന്നു. അവർക്ക് ഫസ്റ്റ് ആയിട്ട് അവർക്ക് ഡൽഹി പോയി പ്രസന്റ് ചെയ്തു. ഈ ഷോ കണ്ടിട്ടും ഇൻവെസ്റ്റർ അവരിലേക്ക് വന്നു. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി, നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, പേഴ്സണൽ ബ്രാൻഡും ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ബ്രാൻഡും ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റർ നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നാണ് ശരിക്കും പറഞ്ഞ ബ്രാൻഡിങ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ടൈംസിൽ കാര്യങ്ങൾ കുറേ കൂടി കാശ് നമ്മൾ തേടി വരും. അതെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ഡിലേസ് ഇതിന് സംഭവിക്കും. നമ്മളെ പറ്റി അറിയില്ല. അറിഞ്ഞു വരുന്നതും നമ്മൾ അങ്ങോട്ട് പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾ മെയിൻറ്റെയിൻഡ് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതിന്റെ അകത്ത് നിങ്ങൾ അമൻ ഗുപ്ത അടുത്ത റൗണ്ടിലേക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? കാരണം നമ്മുടെ പെർഫോമൻസ്, പല ആളുകളും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മൾട്ടിപ്പിൾ ആവണം. പിന്നെ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടാൽ ഇവരെന്ത് ചെയ്യും, അടുത്ത റൗണ്ടിലേക്കുള്ള ലിങ്ക്സുകൾ പാസ് ഓൺ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റർ കണക്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാവുന്ന B2B കണക്ട്സ് ആയിട്ട് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷെ പലവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും.
നമ്മുടെ പെർഫോമൻസ് ആണ് അതിന്റെ കീ. നമ്മൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രോത്ത്. സമയമായി കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്യും. അവിടെ അഗെയിൻ ഫൗണ്ടർ ബ്രാൻഡ് വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ അന്ന് കൊടുത്ത പ്രതീക്ഷയും വാഗ്ദാനങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അഷ്വർ ചെയ്യാൻ നമുക്ക് പറ്റണം. കറക്റ്റ്, ഈ വാക്ക് ദ ടോക്ക്. അതെ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും D2C ബ്രാൻഡ്സ് നിങ്ങളിപ്പം ഇൻവോൾവ് ആയിട്ടുണ്ടോ കേരളത്തിൽ? D2Cയിൽ തന്നെ ഫുഡ്സ് നമ്മൾ പണ്ട് ഇനീഷ്യലി സംസാരിച്ചതാണ്. ഇപ്പോൾ റെഡ് പ്രോഡ് പാക്കിംഗ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ഒരുപാട് ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫുഡ്സ്. അതുപോലെ ആ ബ്രാൻഡിന്റെ പേര് ഞാൻ പറഞ്ഞു മുമ്പ്, ഒരു കോൺസെപ്റ്റായി വന്നതാണ് മീറ്റ് പ്ലാന്റ് ബേസ്ഡ് ഷവർമ. ആ ബ്രാൻഡിന്റെ പേര് ഞാൻ കണ്ടു. അവർ ചെയ്യുന്നത് വളരെ നല്ല കോൺസെപ്റ്റാണ്. പേറ്റന്റ് അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ ആ പ്രൊഡക്റ്റ് ട്രയൽ റൺ ചെയ്യുന്നത് സിന്തൈറ്റ് വെച്ചിട്ടാണ്. സിന്തൈറ്റിന്റെ ടെക്നോളജി ഡിവിഷനാണ് അവർക്കുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് ബേസ്ഡ് ഷവർമ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇവർ ഓൺ ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സിന്തൈറ്റ് ആണ്. അപ്പൊ സിന്തൈറ്റ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ സിന്തൈറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ എന്തോ ഒരു വിഷൻ ഉണ്ട്. കാരണം നല്ല രീതിയിൽ സ്ട്രാറ്റജിക് ഇതാണ്. അതെ, ടേക്ക് ഓവറിലേക്ക് പോസിബിലിറ്റി ഉണ്ട്. ഒരു വീഗൻ ഫുഡ് പോലെയാണ് അവരത് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ ഗ്രൂപ്പിൽ നമുക്ക് ആക്ച്വലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ അകത്ത് നമ്മളിങ്ങനെ നിങ്ങൾ വരുന്നുണ്ട്, ഡൗട്ട്സ് എന്തോട്ടെന്ന് ചോദിക്കാം. അതിനകത്ത് K-Shift ലൈസൻസ് ആണ് സാധനം പറയും. എന്താണ് ഈ K-Shift? നോർമലി സിംഗിൾ പോയിന്റ് ലൈസൻസ് ആണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതായത് നോർമൽ ട്രേഡ് ലൈസൻസ് എന്ന് പറയും. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് എന്നൊക്കെ പറയില്ലേ, അത് നോർമലി ഫിസിക്കലി പോയി ചെയ്യണമെങ്കിൽ 1 മാസം 2 മാസം ഡിലേ വരും. K-Shift കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സ്പോട്ടിൽ തന്നെ നമുക്ക് 1 ഇയറിലേക്കുള്ള ഒഫീഷ്യൽ ലൈസൻസ് അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് ബേസ് ചെയ്യുന്ന ആളുകൾ K-Shift ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഗ്രാജുവലി നമ്മൾ ഫിസിക്കലി ഫുഡ് പ്രൊഡക്റ്റിനാണോ? അല്ല, ഏത് പ്രൊഡക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആൾക്കും ഫുഡ് പ്രൊഡക്റ്റ് FSSAI ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു ഉദ്യമ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലൈസൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ K-Shift ആക്ച്വലി എന്തിനാ ആവശ്യം? നമ്മൾ ഇപ്പുറത്ത് നമുക്ക് മറ്റേ പാർട്ണർഷിപ്പ് ട്രേഡ് ലൈസൻസ് വേണം. ഒരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോ ഉണ്ടല്ലോ കേരളത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് ഇത് പറയുന്നത്. ഒരു ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ K-Shift നിർബന്ധമാണ്. ട്രേഡ് ലൈസൻസ് ആണ് ട്രേഡ് ലൈസൻസ് വേണം. അതാണ് K-Shift സ്പീഡാക്കി തരുന്നത്. മനസ്സിലായി. മാർക്കറ്റിൽ ഇതുവരെ നമ്മളൊരു സാധനം ഇറക്കിയിട്ടില്ല, പക്ഷെ അതിന്റെ മാർക്കറ്റ് സൈസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ടെക്നിക്കലി പ്രോപ്പർ ഫീസിബിലിറ്റി നടത്തണം. ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് ഇതേ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പേർട്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് തന്നെ അതിന്റെ ഒപ്പീനിയൻ എടുക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്താ പറയുക മാർക്കറ്റ് സൈസിലേക്ക് ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല. ഗൂഗിളാണ് നമ്മളെല്ലാം റിലവൻറ്റ് ചെയ്യുക. പക്ഷെ ഒരു എക്സ്പേർട്ട് ഇൻഡസ്ട്രി എക്സ്പേർട്ടിന്റെ അടുത്ത് തന്നെ അതിന്റെ ഒരു ഒപ്പീനിയൻ നമ്മൾ എടുത്താലാണ് നമ്മൾ അതേപോലത്തെ സിമിലർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ചോദിച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഏജൻസീസിന്റെ അടുത്ത് തന്നെ നമ്മൾ പോകണം. മനസ്സിലായി. അങ്ങനത്തെ ഏജൻസീസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് റെലവെന്റ് ആയിട്ടുള്ളൂ. പലരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്പെർട്ട് നോളജ് വളരെ കുറവാണ്. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഒരുപാട് മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട്സ് ബിഗ് ഫോഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് പഠിക്കുക, അവരെക്കാളെ ചെയ്യുക. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള പോയിന്റ്. കറക്റ്റ്. ഓക്കെ. നിങ്ങളെപ്പോലൊരു കൺസൾട്ടന്റ് ഫൈനാൻഷ്യൽ മോഡലിംഗ് അല്ലെങ്കിൽ CS കമ്പനി മാനേജ് ചെയ്യാൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് കോസ്റ്റ് ഈസ് ഇൻവോൾവ്? നമ്മൾ 2 തരത്തിലാണ് ഇതിന്റെ ബിസിനസ് മോഡൽ വരുന്നത്. ചില ആളുകൾക്ക് അഡ്വൈസറി മാത്രം മതി. അപ്പൊ അത് നമുക്കൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന 10 മെന്റേഴ്സ് അതിലുണ്ടായിരിക്കും. ആ ഒരു സർവീസ് നമുക്ക് എടുക്കാം. അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. ചില ആളുകൾക്ക് നമ്മൾ വരുന്നത് ഗ്രോത്ത് റൗണ്ടിലോ അതായത് ഫണ്ടിങ് റൗണ്ടിലോ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഒപ്പീനിയൻ വരുമ്പോൾ നമ്മൾ 3 to 6 months എൻഗേജ് ചെയ്തിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സ് ആണ്, ഏർലി സ്റ്റേജൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ റേറ്റിനേക്കാളും നമ്മൾ സപ്പോർട്ടിംഗ് മോഡലാണ് ചെയ്യുക. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ടൈം വെച്ച് പ്രൊഫഷണൽ റീറ്റെയിലർ മോഡലിലാണ് ഇവർ ഹെൽപ്പ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ പെർ അവർ ബേസിസ് അല്ലെങ്കിൽ റീറ്റെയിനർ മോഡൽ. അതും ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അവരുടെ CAനെയും CS-നെയും കൂടെ നിർത്തി ആസ് എ ടീമായിട്ടാണ് ഒരു ഫ്രാക്ഷണൽ CFO അല്ലെങ്കിൽ ഗ്രോത്ത് കൺസൾട്ടിങ് എന്നുള്ള റോളിലാണ് നമ്മൾ ചെയ്യുക. എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ബുക്കിംഗ്സും അതിന്റെ ഡെലിവറിയും എല്ലാം നമ്മൾ ചെയ്തു പോകും. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഡെറ്റ് ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ബ്രിഡ്ജ് റൗണ്ടിനാണ് യൂസ് ചെയ്യുക. ഒന്ന് ബ്രിഡ്ജ് റൗണ്ട് എന്താണെന്ന് നമ്മളെ ഓഡിയൻസിന് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല, അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്ലസ് എന്താണ് ആക്ച്വലി ഡെറ്റ് ഫണ്ടിങ്, ഹൗ ഡു വി സെക്യൂർ ഡെറ്റ് ഫണ്ടിങ് ആൻഡ് വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻവോൾവ്? നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി ഒരു MSME ആണ്, D2C ആണ്, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഐഡിയ സ്റ്റേജിൽ തന്നെ നമുക്ക് മുദ്ര ലോൺസ് അവൈലബിൾ ആണ്.
അതിന് CGTMSE അല്ലെങ്കിൽ CGSS എന്ന് പറയുന്ന 2 സ്കീംസിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുക. കൊളാറ്ററൽ ഇല്ലാതെ നമുക്ക് ഐഡിയയുടെ പുറത്ത് ഫണ്ട് ചെയ്ത രീതിയാണ്. സ്റ്റാർട്ടപ്സിന് 5 കോടി വരെ ലോൺ കിട്ടാനുള്ള സ്കീംസ് ഉണ്ട്. നോർമലി ട്രാക്ഷൻ ഉണ്ട്. 2 വർഷമെങ്കിലും പ്രൂവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിന് അപ് ടു 5 crore വരെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺ കിട്ടാം. പ്രോഫിറ്റ് വേണോ? പ്രോഫിറ്റ് വേണമെന്നില്ല, ടേൺ ഓവർ മതി, മിനിമം ടേൺ ഓവർ മാത്രം മതി. സ്റ്റാർട്ടപ്സിന് പലപ്പോഴും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത് വളരെ കൺസർവേറ്റീവ് ആണ് ഡെലിവറി ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിർബന്ധമായിട്ട് വേണം. അതെ. പക്ഷെ നമ്മുടെ ഒരു ഗോ ടു മാർക്കറ്റും ടീമും എല്ലാം നോക്കിയിട്ടാണ് അവർ കൃത്യമായിട്ട് അതിൽ തരാം. പക്ഷെ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 10 to 12% നമുക്ക് വേണമെങ്കിൽ ലോണായിട്ട് കിട്ടും. മുദ്ര ലോൺസ്. അതിന്റെ ഹയർ വേർഷൻ CGSS എന്ന് പറഞ്ഞ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ടോ ടൈം ലോൺ ആയിട്ടോ വേണമെങ്കിൽ 50 ലക്ഷം വരെ കിട്ടാം, സബ്ജക്ട് ടു. ഇനി വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഷെയർ കൊടുത്തിട്ട് ഫണ്ട് എടുക്കണോ അതല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിങ്ങിന് പോകണം. ഈ ഡെറ്റ് ഫണ്ടിങ് ചെയ്യുന്നത് ഒന്ന് ബാങ്ക് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഡെറ്റ് ഫണ്ടിങ് ചെയ്യുന്നത്. ഇതുപോലെ നോർത്തൻ ഇന്ത്യയിലൊക്കെ പ്രൊജക്ട് ഫിനാൻസ് ചെയ്യുന്ന NBFCs ഉണ്ട്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസ്. നമ്മളൊരു ബാങ്കിൽ പോയി നമുക്കൊരു 10 കോടി വേണമെന്നുണ്ടെങ്കിൽ 2 മാസം 3 മാസം സമയം എടുക്കും. വിത്തിൻ 2 weeks അവർ ലോൺ തരും. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. എന്താണ് വാട്ട് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്? നോർമലി ബാങ്കിൽ 10 to 14% വരുമ്പോൾ ഇവരെ സ്റ്റാർട്ടിങ് 12 to 18% 20% വരെ അവരായിരിക്കും. ഇതൊരു ബ്രിഡ്ജ് റൗണ്ട് എന്ന് പറയും. അതായത് നമ്മൾ നെക്സ്റ്റ് ഫണ്ട് റൈസിങ്ങിന് പോവാണ്, കുറച്ചുകൂടി ടേൺ ഓവർ ആവണം, ഡൈല്യൂഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വർഷം വരെയുള്ള ഒരു ടെമ്പററി പീരീഡിലേക്കുള്ള ഫണ്ടിങ് അറേഞ്ച്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്നത്. കാരണം ആദ്യമേ തന്നെ ഷെയർ കൊടുത്താൽ ടേൺ ഓവർ ആയിട്ടുണ്ടാവില്ല, ഡൈല്യൂഷൻ കൂടും. അപ്പൊ എനിക്കിപ്പോ 90 കോടി ടേൺ ഓവർ ആയി, എനിക്കൊരു 5 കോടി റുപ്യ കിട്ടിയാൽ ഒറ്റയടിക്ക് 120 കോടി ടേൺ ഓവർ ആക്കാം. അപ്പൊ എന്റെ വാലുവേഷൻ ഒരു 50 കോടി കൂടുതൽ കിട്ടും. ആ സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീവറേജ് ഇൻസ്ട്രുമെന്റ് ആണ് ഡെറ്റ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതും സ്റ്റേബിൾ സ്റ്റാർട്ടപ്സിന് മാത്രമേ കിട്ടുള്ളൂ. അതായത് മിനിമം 25-30 കോടി ടേൺ ഓവർ ഉള്ള സ്റ്റാർട്ടപ്പ്. ടേൺ ഓവർ ആണ്. പ്രോഫിറ്റ് നിർബന്ധം പറയുന്നില്ല, ക്യാഷ് പ്രോഫിറ്റിലേക്ക് എത്തിയാൽ മതി. ക്യാഷ് പ്രോഫിറ്റ് അതായത് നമ്മൾ EBITDA, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ടാക്സിനും പ്രോഫിറ്റിനും മുമ്പ് പോസിറ്റീവ് ആയിട്ടൊരു ഫിഗർ ഉണ്ടായാൽ മാത്രം മതി. ബാക്കി നമ്മൾ ടാക്സും ഡിപ്രിസിയേഷനും എല്ലാം കുറച്ചിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് കാണുന്നത്. അതിനെ ആഡ് ബാക്ക് ചെയ്തിട്ട് ഒരു ക്യാഷ് പോസിറ്റീവ്നെസ് മാത്രം ഉണ്ടായാൽ മതി. ചെറിയൊരു ക്യാഷ് ബ്രേക്ക് ഈവൻ പോലെ ഒരു ലെവൽ ഉണ്ടായി പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ. അപ്പം തൽക്കാലത്തേക്ക് ഫണ്ടിങ് വേണമെങ്കിൽ, അതായത് ഇൻവെസ്റ്റർ ക്ലോസ് ചെയ്ത് പക്ഷെ ഇൻവെസ്റ്റർ കാശ് എത്താൻ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ സമയം എടുക്കണേ ഇൻവെസ്റ്റർ പൈസ? ഒരു പ്രൊഫഷണൽ ഫണ്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. നമ്മുടെ കമ്പനിയെ പറ്റി അവരുടെ എക്സ്പേർട്ട് പഠിക്കും, അത് ഫൈനലൈസ് ചെയ്ത് ടൈം ഷീറ്റ് ഇഷ്യൂ ചെയ്യും, SHA നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഒരു 3 months മുതൽ 1 year വരെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഈ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പിടിച്ചു നിൽക്കണം. പലവരും ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റ് നടത്തും, അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ നമുക്ക് ലോൺ എടുക്കാം. ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് എന്ന് പറയും. അങ്ങനെ അറേഞ്ച്മെന്റ് ആണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ബ്രിഡ്ജ് ചെയ്യണ പോലെയുള്ള കുറച്ച് പൈസ നമുക്ക് വേണം. പിന്നെ ചില ആളുകൾക്ക് ഇക്വിറ്റി കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. എനിക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് തൽക്കാലത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും ഈ പൈസ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോണിലേക്ക് പോവാം. മനസ്സിലായി. ഓക്കെ. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു വിധം എല്ലാം കവർ ചെയ്തു. 0 to hero നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ചെയ്യാം, എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ടിങ് എടുക്കാം, അല്ലെങ്കിൽ വെഞ്ചർ റൗണ്ട്സ് റേസ് ചെയ്യാം എന്ന് ഒരുവിധം നമ്മളെല്ലാം കാര്യങ്ങൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? നിങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ദ എപ്പിസോഡ്. ഇനി നമുക്ക് ഗ്രൂപ്പിൽ കാണാം. ശരി, താങ്ക് യു.